നമസ്കാരം. പാലക്കാട് ഫൈനാൻസ് സൊസൈറ്റിയുടെ പ്രതിമാസ പരിപാടിയുടെ കൂടെ ഇത്തവണ ഞങ്ങൾ കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു കലാകാരനെ ഓണർ ചെയ്യാൻ, പുരസ്കാരം കൊടുത്ത് ഓണർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അതിനായിട്ടാണ് ഈ മീറ്റിംഗ് ഇന്നിവിടെ ഈ സമയത്ത് തുടങ്ങുന്നത്. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻവിറ്റേഷൻ ഉണ്ടാവും. നമ്മൾ ഓണർ ചെയ്യുന്നത് പ്രസിദ്ധ വയലിനിസ്റ്റ് നെടുമങ്ങാട് ശിവാനന്ദനെയാണ്. അദ്ദേഹം നവതിയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. അത്തരമൊരാളെ പുരസ്കാരം കൊടുത്ത് ആദരിക്കാൻ ഫൈനാൻസ് സൊസൈറ്റിക്ക് കിട്ടിയ ഭാഗ്യം ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നു. ഞങ്ങൾ അദ്ദേഹത്തിനെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം സ്വീകരിച്ചു. അത് ഞങ്ങൾക്ക് വളരെ ഉത്തേജനം നൽകി. കൂടെ ഇവിടെ അദ്ദേഹം പ്രോഗ്രാമും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സ്വന്തം മകൾ പ്രൊഫസർ സിന്ധു ഒരുമിച്ചാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ വയലിൻ ഡ്യുവറ്റാണ് ഇവിടെ ഇത് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത്. ഇതൊരു ആമുഖം. ഇനി ഇതിൻ്റെ പ്രധാന കാര്യങ്ങൾ പറയുന്നതിനും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനും വേണ്ടി പാലക്കാട് ഫൈനാൻസ് സൊസൈറ്റിയുടെ എല്ലാമായ അതിൻ്റെ സെക്രട്ടറി ശ്രീ സുബ്ബരാമനെ അതിനു മുമ്പായി നമുക്ക് ഇത്തരം ഒരു കാര്യമായ ഫങ്ഷൻ, ഭയങ്കരമായ ഇത് നല്ല പ്രാർത്ഥനയോടുകൂടി തുടങ്ങണം. അതിനായി ഞങ്ങളുടെ ഗവർണിംഗ് ബോഡി മെമ്പറുടെ മക്കളായ ശ്രീനായനും ഹിമയും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥന നമ്മൾക്ക് കേൾക്കാം. അംഗം ഹരേഃ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലീലാ മാംഗല്യദാസ്തു മമ മംഗളദേവതായാഃ. അംഗം ഹരേഃ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലീലാ മാംഗല്യദാസ്തു മമ മംഗളദേവതായാഃ. മഹാഗണപതിം ശ്രീമഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം വസിഷ്ഠവാമദേവാദിവന്ദിത മഹാഗണപതിം മഹാദേവസുതം മഹാദേവസുതം ഗുരുഗുഹനുദം മഹാദേവസുതം ഗുരുഗുഹനുദം മാനകോടി പ്രകാശം ശാന്തം മഹാകാവ്യനാടകാദി പ്രിയം മഹാകാവ്യനാടകാദി പ്രിയം മൂഷികവാഹനമോദക പ്രിയം മഹാഗണപതിം വസിഷ്ഠവാമദേവാദിവന്ദിത മഹാഗണപതിം. സെക്രട്ടറി വെൽക്കം ചെയ്യാൻ വിളിക്കുന്നതിന് മുമ്പായി
സ്റ്റേജിലുള്ള ബഹുമാനപ്പെട്ട വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്തണം. ഈ മീറ്റിങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതും ചീഫ് ഗസ്റ്റായി പുരസ്കാരം ദാനത്തിന് വന്നിരിക്കുന്നതുമായ ഡോക്ടർ വി.കെ. വിജയൻ. അദ്ദേഹം ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാണ്. ഞങ്ങളുടെ പ്രസിഡൻറ്റിൻ്റെ അഭാവത്തിൽ, അദ്ദേഹത്തിന് കുറച്ച് ദേഹാസ്വാസ്ഥ്യതകളുണ്ട്, അഭാവത്തിൽ ഈ മീറ്റിംഗിൽ പ്രിസൈഡ് ചെയ്യുന്നത് വൺ ഓഫ് ദ വൈസ് പ്രസിഡൻറ്റ്സ് അഡ്വക്കേറ്റ് എസ്.എം. ഉണ്ണികൃഷ്ണനാണ്. സെക്രട്ടറി അറിയാം. പിന്നെ ഇതിന് ആശംസകൾ അർപ്പിക്കാൻ നമ്മുടെ കൂടെയുള്ളത് കലൈമാമണി വൈക്കം ആർ ഗോപാലകൃഷ്ണൻ, എടപ്പള്ളി അജിത് കുമാർ. അവർ രണ്ടുപേരും അദ്ദേഹത്തിനോട്, നമ്മുടെ നെടുമങ്ങാട് ശിവാനന്ദൻ അദ്ദേഹത്തിനോട് വളരെ കടപ്പെട്ടവരാണ്. അവരൊരുമിച്ച് പല പ്രോഗ്രാംസും നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും പ്രത്യേകം വിളിച്ചത്. പിന്നീട് ചെമ്പൈ സുരേഷ്, നമ്മളെ ഇവിടെയുള്ള സുരേഷ്, ഇവർ 3 പേരുമാണ് ആശംസകൾ അർപ്പിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ജോയിൻറ്റ് സെക്രട്ടറി കൃഷ്ണദമ്പതിരി ഔട്ട് ഓഫ് താങ്ക്സും അവസാനം. ഇനി സുബ്രഹ്മണ്യൻ സാർ വിവരങ്ങളൊക്കെ ഇതിനെ പറ്റിയുള്ളൊരു ഓവർവ്യൂ പറയും. വരൂ. സംഗീതപ്രേമികൾ, പാലക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റി മെമ്പേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ എല്ലാ വേദികളിലും പറയുന്നത്, നമുക്ക് പാലക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റി മെമ്പറേ ഉണ്ട് 1000 പേർ. നമുക്ക് ഈ ചെയർ കിടന്നാൽ നമുക്ക് വളരെ സങ്കടം തോന്നുന്നു. ഇങ്ങനെ മ്യൂസിക് പ്രൊമോട്ട് ചെയ്യണം, കലകൾ വളരണം പറഞ്ഞ് നമ്മൾ പാടുപെട്ടാലും സംഗീതപ്രേമികൾ നല്ല കച്ചേരിക്കേ വരുന്നുള്ളൂ. എല്ലാ വേദിയിലും ഞാൻ പറയുന്നുണ്ട്, സീനിയർ കച്ചേരി വേണം എന്നാണ് പറയുന്നത്. ഇത് വിജയൻ സാർ, ഇതിൽ നമ്മുടെ മെമ്പേഴ്സ് വന്നാൽ ഹാളിൽ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അത്ര മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പാലക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റി 1960 തുടങ്ങിയത്. ഇപ്പോൾ 65 കൊല്ലം. വി ഹാവ് കംപ്ലീറ്റഡ് 65 ഇയേഴ്സ്. ഞാൻ പ്രൊഫസർ വിജയൻ സാറോട് ഫോട്ടോസ്, ആൽബം, മറ്റേ സുവനിയറൊക്കെ കാണിച്ചു കൊടുത്തു. ഇതിൽ പാടാത്ത വ്യക്തികൾ ആരുമില്ല, പങ്കുചേരാത്ത കലാകാരന്മാരാരുമില്ല. വലിയ കലാകാരന്മാർ ശമ്മൻകുടി മാമ മുതൽ ഇവിടെ ഫോട്ടോ മാറ്റിയിട്ടുണ്ടല്ലോ, എക്സെപ്റ്റ് അരിയക്കുടി ആൻഡ് GNB, ബാക്കി എല്ലാവരും ഇതിൽ കച്ചേരി സംഘടിപ്പിച്ചിട്ടുണ്ട്. മാസാമാസം ഞങ്ങൾ നല്ല കച്ചേരി നടത്തുന്നുണ്ട്. അപ്കമ്മിങ് ആർട്ടിസ്റ്റിനും ഉൾക്കൊള്ളിച്ചിട്ട് അവർക്കും വളർന്നു വരാനുള്ള വേദി ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ മാസവും പ്രഗത്ഭന്മാരെ വിളിച്ച് കച്ചേരി നടത്താൻ ഉള്ള ഫണ്ടില്ലാതെ ഓപ്പണായിട്ടേ ഞാൻ പറയാം സാർ. മെമ്പേഴ്സിൻ്റെ കളക്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു സ്പോൺസർ കിട്ടില്ല. സ്പോൺസറിന് പോയാൽ എന്തിനാണ് അങ്ങനെ പാടുപെട്ട് നിങ്ങൾ കച്ചേരി നടത്തണമെന്ന് ചോദിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. പക്ഷേ ഞങ്ങളതൊക്കെ പിടിച്ചു നിർത്തി
മാസാമാസം നല്ല കച്ചേരികളും പ്രഗത്ഭന്മാരെയും കൂട്ടി നല്ല കച്ചേരികൾ നന്നായിട്ട് നടത്തുന്നുണ്ട്. ഒക്ടോബറിൽ ഞങ്ങൾ 6 ദിവസത്തെ ആനുവൽ പ്രോഗ്രാമും വൃത്തിയായിട്ട് നടത്തുന്നുണ്ട്. ഇതാണ് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഒരു പാരമ്പര്യം, ട്രഡീഷനായിട്ട് ഞാൻ പറഞ്ഞു. ഒരുപാട് പറയാനുണ്ട്, പിന്നെ പ്രസംഗിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, അധികം പറയുന്നില്ല. പിന്നെ നെടുമങ്ങാട് ശിവാനന്ദൻ സാറെ നമ്മൾ ആദരിക്കണം എന്ന് അന്നേ വിചാരിച്ചതാണ്. ഞാൻ അദ്ദേഹവും കുടുംബവും മറ്റേ പ്രൊഫസർ സിന്ധുവിൻ്റെ കൂടെ അകത്തേത്തറയിലാണ് ഇപ്പോൾ താമസം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് യൂഷ്വലായിട്ട് ഞങ്ങൾ പാലക്കാട് ഫൈൻ ആർട്സ് പുരസ്കാരവും ഇതുമാതിരി വലിയ സംഗീതജ്ഞന്മാരെ ആദരിക്കുന്നതും ഒക്ടോബർ ആനുവലിലാണ് നടത്തുക. അത് ആസ് എ സ്പെഷ്യൽ കേസ് അദ്ദേഹത്തിൻ്റെ 90-ാം വാർഷികം നേരത്തെ തന്നെ നമ്മളിവിടെ കൊണ്ടാടണം എന്ന് തീർച്ചയാക്കിയിട്ടാണ് പ്രതിമാസ കച്ചേരിയിൽ ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹത്തിനെ ആദരിക്കാനുള്ളത് ഈ സംഗീത കച്ചേരിയും ഏർപ്പാടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ സംഗീത കച്ചേരിയും ഈ പുരസ്കാര ചടങ്ങും നല്ല നിലയ്ക്ക് നടത്തി തരുവാൻ, അത് ഉദ്ഘാടനം ചെയ്യുവാൻ ഞങ്ങൾ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വിജയൻ അവരുകളെ ഫോണിൽ ബന്ധപ്പെട്ടു. അദ്ദേഹം ഉടനെ തന്നെ ഞാൻ ഈ പരിപാടിക്ക് നേരത്തെ എത്താമെന്നും അതുമാതിരി അദ്ദേഹം ഇവിടെ 4 മണിക്ക് എത്തിക്കഴിഞ്ഞു. ഞാൻ അദ്ദേഹം നേരത്തെ വരുന്ന അറിഞ്ഞിട്ടാണ് ഞാൻ 3 മണിക്ക് ഇവിടെ എത്തിയത്. ആരും സംഘാടകക്കാരില്ലെങ്കിൽ വരുന്നവർക്കും ബുദ്ധിമുട്ടല്ലേ. അദ്ദേഹത്തെ വളരെ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പാലക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പേരിലും സ്വന്തം പേരിലും സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം സംസ്കൃതത്തിലെ ഡോക്ടറേറ്റാണ്, ഡോക്ടർ വിജയൻ. അപ്പോൾ ഞാൻ സുരേഷിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ക്വാളിഫൈഡ്, എൻ്റെ വിചാരം ഹി വാസ് ഡോക്ടർ, ഒഫീഷ്യൽ ഡോക്ടർ, MBBS ആണോ വിചാരിച്ചു. അല്ല, KL വർമ്മ കോളേജിൽ പ്രൊഫസറായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായിട്ട് അദ്ദേഹത്തിന് പോസ്റ്റ് കിട്ടിയത്. അദ്ദേഹത്തിന് 2ാമത്തെ പ്രാവശ്യവും ചെയർമാൻ പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റിൽ ഗുരുവായൂർ ദേവസ്വം ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതിനെ ഉദ്ദേശിച്ച് അവർക്ക് എൻ്റെ ഒരു അഭിലാഷം അദ്ദേഹത്തിൻ്റെ 3ാമത്തെ പ്രാവശ്യം ചെയർമാൻ ആക്കണം എന്നാണ് എൻ്റെ ആശംസകൾ. അത് കിട്ടും, ഡെഫിനറ്റായിട്ടും അദ്ദേഹത്തെ 3ാമത്തെ പ്രാവശ്യവും ചെയർമാൻ സ്ഥാനം കിട്ടും. എല്ലാ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പുരസ്കാരം ഏറ്റുവാങ്ങുവാനും സംഗീത കച്ചേരി അവതരിപ്പിക്കുവാനും വയലിൻ കച്ചേരി അവതരിപ്പിക്കാനും ഭാര്യാസമേതം എത്തിച്ചേർന്നിരിക്കുന്ന നെടുമങ്ങാട് ശിവാനന്ദൻ സാറെ അവരുകളെയും പാലക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പേരിലും സ്വന്തം പേരിലും സ്വാഗതം ചെയ്യുന്നു. ഇതിനു മുമ്പ് കഴിഞ്ഞ മാസം ഒക്ടോബർ പരിപാടിക്ക് ഇതുമാതിരി നമ്മൾ മണ്ണൂർ രാജകുമാരനെ അവർക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. ആ സമയത്തും അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ച് അന്നും നമ്മൾ അദ്ദേഹത്തെ ആദരിച്ചു. അന്നാണ് നമ്മൾ തീർച്ചയാക്കിയത് അദ്ദേഹത്തിൻ്റെ നവതി ഈ വേദിയിൽ തന്നെ ഉടനെ നടത്താമെന്ന് തീർച്ചയാക്കിയത്. അത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന അദ്ദേഹത്തെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മകൾ സിന്ധു, പ്രൊഫസർ സിന്ധുവും വന്നിട്ടുണ്ട്, അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ആശംസകൾ അർപ്പിക്കാൻ കലൈമാമണി വൈക്കം ഗോപാലകൃഷ്ണൻ 10-35 കൊല്ലമായിട്ട് എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം
വേറെ ആരോ പാറശാല രവിയോ വേറെ ആരൊക്കെയോ പറഞ്ഞിട്ട് ഈ സംഭവം അറിഞ്ഞു. അപ്പോൾ സുബ്ബരാമൻ ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ വയലിൻ കച്ചേരിക്ക് ഗഡവും വായിക്കാം, ആശംസ ഇറക്കിപ്പിക്കാനും വരാമെന്ന് അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞതാണ്. അതാരിങ്ങനെ പറയില്ല, വിളിച്ചാൽ പാർക്കറോന്ന് പറയും. ഓപ്പനായിട്ട് പറയുകയാണ് സാർ, അദ്ദേഹം ഒരു റെമ്യൂണറേഷനും വേണ്ട, എന്നോട് ഗുരുതുല്യനാക്കും അദ്ദേഹം, ഞാൻ വന്ന് ആശംസിച്ച് അദ്ദേഹത്തിന് നമസ്കരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ താല്പര്യത്തോടെ വന്നതാണ്. അദ്ദേഹത്തിനെ വളരെ സന്തോഷത്തോടെയും നിറഞ്ഞ മനസ്സോടെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ എടപ്പള്ളി അജിത് കുമാർ, എടപ്പള്ളി അജിത് വന്നിട്ട് ഇതേമാതിരി പാലക്കാട് പറഞ്ഞാൽ സൂചിച്ച് പാട്ടൻ പാർസലാണ്. ഒരുപാട് കച്ചേരി നമ്മുടെ ശ്രീവസൻ ജയമേനോ ഒരുപാട് കൽപ്പാത്തി സംഗീതോത്സവത്തിലും വൈനാസ് വേദിയിലും ഒരുപാട് കച്ചേരിക്ക് അകമ്പടി സേവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനാണ്. നൗ ഹീസ് എ ടോപ്പ്, ആൾ ഇന്ത്യ റേഡിയോ എ ടോപ്പാണ്. ഇപ്പോൾ ഓരോ വർത്തമാനം കിട്ടി, കേരള കലാമണ്ഡലത്തിൽ പോസ്റ്റും കിട്ടിയെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. അപ്പോൾ അദ്ദേഹത്തെയും ഉടനെ വിളിച്ചു. എൻ്റെ ഗുരുതുവാണ്, ഞാൻ തീർച്ചയായിട്ടും മാമാ പറയും പറഞ്ഞു. വളരെ സന്തോഷം വന്നതിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയത് എടപ്പള്ളി അജിത് കുമാറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മൾ ചെമ്പൈ സുരേഷും ഞാനും ഒരു കൊല്ലം ചെമ്പൈ സംഗീതോത്സവത്തിൽ സബ് കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പോൾ ഒന്നിച്ചാണ് പോവുക ഗുരുവായൂർക്ക് 17-18 കാലത്ത്. ഇവിടുന്ന് ചെമ്പൈയിൽ നിന്ന് മങ്കരയിൽ നിന്ന് കയറും, ഞാൻ ഇവിടുന്ന് കാർന്ന് പോകും. അപ്പോൾ ചെമ്പൈയുടെ ഉത്സവത്തിന് എല്ലാം വിളിക്കും, ഞാനും പോകും. അപ്പോഴാണ് ഈ ചെമ്പൈ സംഗീതോത്സവത്തിന്, കഴിഞ്ഞ ചെമ്പൈ സംഗീതോത്സവത്തിന് അദ്ദേഹത്തിൻ്റെ തമ്പൂരു ഇനോഗ്രേഷൻ ചടങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഗുരുവായൂർ കൊണ്ടുപോകാൻ അതിൽ എന്നെ പ്രത്യേകം വിളിച്ചു. അപ്പോഴാണ് ഞാൻ ദേവസ്വം ബോർഡ് ചെയർമാനെ വരെ പരിചയപ്പെട്ടത്. ഒന്നിച്ച് കാപ്പി കുടിച്ചു. അപ്പോൾ ഞങ്ങൾ പലതിനും വിളിക്കാം, താങ്കളുടെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞു. അത് പറയണം ഞാൻ. എന്താ ചോദിച്ചാൽ ഞാൻ വിളിച്ച ഉടനെ വരാൻ പറഞ്ഞു. ചെമ്പൈ സുരേഷ് ചെമ്പൈ സംഗീതോത്സവത്തിൽ ആളിനാണ് ചെമ്പയാക്കും. സുരേഷ് വിളിച്ചപ്പോൾ ഉടനെ വരാൻ പറഞ്ഞു. അദ്ദേഹത്തിനെയും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ കമ്മിറ്റിക്കാരാണ് വൈസ് പ്രസിഡൻറ്റ് ഡോക്ടർ എസ്.എം. ഉണ്ണികൃഷ്ണൻ. അപ്പോൾ നമ്മുടെ പ്രസിഡൻറ്റ് കുറച്ച് സീനിയറാണ്, അദ്ദേഹത്തിന് ഇവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എത്തിയിട്ടില്ലെങ്കിലും ജയബാലമേനോൻ സാർ ഈ പാലക്കാട് ഫൈൻ ആർട്സിൻ്റെ ജീവനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ മറക്കാൻ പാടില്ല. അദ്ദേഹം ഇല്ലെങ്കിൽ ഈ ഓഡിറ്റോറിയം വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ മനസ്സാ സന്തോഷത്തോടെ അദ്ദേഹം വെൽക്കം ചെയ്യുന്നു. ഹീസ് അറ്റ് പ്രസൻറ്റ് ഇൻ ചിറ്റൂർ, വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എസ്.എം. ഉണ്ണികൃഷ്ണൻ സാറാണ് നമ്മളെ പ്രൊസൈഡ് ചെയ്യുന്നത്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും സ്വാഗതം ചെയ്യുന്നു. ലീഡിങ് ലോയറാണ് അദ്ദേഹം. ഇപ്പോൾ നമ്മുടെ കമ്മിറ്റിയിൽ കയറിയിട്ട് 2-3 കൊല്ലമായി. അദ്ദേഹം ഒന്നുകൂടി പറയാം, C.S. കൃഷ്ണയുടെ ശിഷ്യനാണ്. നന്നായിട്ട് പാടും, നോക്കുന്ന മാതിരിയല്ല. ചെമ്പൈ സംഗീതോത്സവത്തിൽ ഗുരുവായൂരിലല്ല, ചെമ്പൈയിൽ അദ്ദേഹം പാടുന്നത് ഞാൻ കേട്ടു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് സംഗീതജ്ഞനാണ് എന്നിട്ട്. അപ്പോൾ അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി കൃഷ്ണൻ നമ്പൂതിരി ഒരുപാട് കാര്യങ്ങൾ പറയും. നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ തന്നെ നിൽക്കും. അദ്ദേഹത്തെയും അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇത് സംഗീതം ആസ്വദിക്കാനും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും വന്ന എല്ലാ സംഗീത പ്രേമികൾക്കും മെമ്പേഴ്സിനും പാലക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പേരിലും സ്വന്തം പേരിലും സ്വാഗതം ചെയ്യുന്നു. വേറെ ആരെയും മറന്നിട്ടില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.
അധ്യക്ഷ പ്രസംഗത്തിന് അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണനെ വിളിക്കുന്നു. ക്ഷമിക്കുന്നു. ചെയർമാൻ നമ്മളെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇങ്ങനൊരു ആവശ്യമുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും നമ്മൾ ആ സന്ദർഭം മുഴുവനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് ഈ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം. ഞാൻ പ്രസിഡൻ്റ് പറഞ്ഞു കഴിഞ്ഞു. ഈ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ചുക്കാൻ പിടിക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് ജയപാലമേനോൻ. അദ്ദേഹത്തിന് ആരോഗ്യം സമ്മതിക്കാത്തത് കൊണ്ട് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. ആ സ്ഥാനത്ത് അതിന് വേണ്ടിയിട്ട് ആ വിടവ് നികത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പത്ത് നിൽക്കുന്നത്. ഞാൻ എന്തായാലും ഒരു സംഗീത പ്രേമിയാണ്. അതുകൊണ്ട് സംഗീതത്തിനെ പറ്റിയിട്ട് കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സംഗീതത്തിൽ ഇടപഴകുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ എനിക്ക് പരിചയവുമുണ്ട്. അത് ഞാൻ ഡിനൈ ചെയ്യുന്നില്ല. ഈ ചെയർമാനെ ഇന്നാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്, മിസ്റ്റർ വിജയൻ. അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് എൻ്റെ അച്ഛൻ വക്കീലായിരുന്നു. എൻ്റെ അച്ഛനും വക്കീലായിരുന്നു. അച്ഛൻ്റെ ജൂനിയറായിട്ട് പാലക്കാട് വർഷങ്ങളോളം ഉണ്ടായതാണ്, അച്ഛൻ്റെ കൂടെ. അപ്പോൾ ഈ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടിയൊന്നും കണ്ടാൽ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാനത് പറഞ്ഞു, അദ്ദേഹത്തിനെ കണ്ട സമയത്തിന് ഞാനത് പറയുകയുണ്ടായി. അങ്ങനെ ഒരു കോയിൻസിഡൻസ് കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് പാലക്കാടായിരുന്നു കുറേ കാലം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു കോയിൻസിഡൻസ് കൂടിയുണ്ട്. ഏതായാലും ഇന്നത്തെ നമ്മുടെ വേദിയിൽ വന്നിരിക്കുന്ന ആൾക്കാർ വളരെ കുറച്ചാണ്, തിൻ ക്രൗഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ മിസ്റ്റർ സുബ്രഹ്മണ്യൻ സാർ. പക്ഷേ ഒരു സംഗീതജ്ഞനെ സംബന്ധിച്ചിടത്തോളം എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതല്ല പ്രാധാന്യം. ആ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ എത്രത്തോളം ഇങ്ങനൊരു ശാസ്ത്രീയ സംഗീതം, അതായത് കർണാട്ടിക് മ്യൂസിക് ആസ്വദിക്കാൻ പ്രാപ്തരാണ്, അല്ലെങ്കിൽ ആസ്വദിക്കാൻ വളരെ വെമ്പുന്ന ആൾക്കാരാണ് എന്നുള്ളതിനാണ് പ്രാധാന്യം. അത് ഇവിടെ എനിക്ക് കുറേ ആൾക്കാരെയൊക്കെ പരിചയമുണ്ട്. അവരൊക്കെ സംഗീതത്തിന് വേണ്ടി, സംഗീതം ഏത് സമയത്തും സംഗീതത്തിന് പിന്നാലെ നടക്കുന്നവരാണ്, സംഗീതം കൊണ്ട് നടക്കുന്നവരാണ്, സംഗീതം നല്ല ആസ്വാദകരാണ്. എന്നെമാതിരി തന്നെ ഞാനും അതിൽപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പിന്നെ സാറെ പറ്റിയിട്ടിപ്പോൾ നെടുമങ്ങാട് ശിവാനന്ദൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലൈവ് കച്ചേരി ഞാൻ ഇവിടെ ഫൈൻ ആർട്സിലോ അദ്ദേഹം വന്നിട്ടോ ഒന്നും കേട്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അക്കോമ്പനിമെൻറ്റ് എന്നുള്ള നിലയ്ക്ക്, വയലിൻ അക്കോമ്പനിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പെർഫോമൻസ് എനിക്ക് ആസ്വദിക്കാനോ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല. പക്ഷേ യൂട്യൂബിൽ ഇപ്പോൾ ധാരാളം വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കച്ചേരികൾ. അതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നെ അതിന് പുറമേ ഡോക്ടർ സിന്ധു മകളാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് അടുത്ത കാലങ്ങളിലാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അവരുടെ വയലിൻ അക്കോമ്പനി ചെയ്യുന്നത്, കച്ചേരികളൊക്കെ അക്കോമ്പനി ചെയ്യുന്നത് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാം അച്ഛൻ്റെ മകളാണോ, അല്ലെങ്കിൽ മകളുടെ അച്ഛനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുള്ള ആ അറിവും ആ കമ്മിറ്റ്മെൻറ്റും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് പുറമേ ഞാൻ മിസ്റ്റർ VR ഗോപാലകൃഷ്ണൻ സാറെ അത്രയ്ക്ക് പരിചയപ്പെട്ടിട്ടില്ല. അജിത് സാറുടെ അക്കോമ്പനി ചെയ്യുന്നത് പല സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഈ ശിവാനന്ദൻ സാറുടെ ശിഷ്യനാണ് എന്നുള്ളത് ഞങ്ങൾ ഈ മീറ്റിങ്ങിന് വന്ന സമയത്താണ് മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയലിൻ പെർഫോമൻസ് ഞങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരു
എത്ര പ്രഗത്ഭനാണ്, എത്ര അതിനോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ആളാണ് എന്ന് നമുക്ക് ഞാൻ നിങ്ങളൊക്കെ എത്ര ആൾക്കാർ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഊഹിക്കാം. അദ്ദേഹം വളരെ സംഗീതത്തിന് വേണ്ടി ജീവിതം അർപ്പിച്ച് അതിനെ വളരെ ബഹുമാനിച്ച് വളരെ സീരിയസായി എടുത്ത് വളരെ ജ്ഞാനസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് ഇതുവരെ ഉള്ള അറിവ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഒരു വ്യക്തിക്ക് നമ്മൾ ഇവിടെ ഈ ഇത് കൊടുക്കാൻ തീർച്ചയാക്കിയത്, അംഗീകാരം കൊടുക്കാൻ തീർച്ചയാക്കിയത് ഫൈൻ ആർട്സ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വളരെ നല്ലൊരു ചിന്തയാണ്. അദ്ദേഹം പാലക്കാടുകാരനല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു അംഗീകാരം അദ്ദേഹത്തിന് കൊടുക്കാൻ തീർച്ചയാക്കിയത് ഇതിൻ്റെ ഭാരവാഹികൾ, ഞാനും അടക്കം ഉള്ള ഭാരവാഹികളുടെ നല്ലൊരു ചിന്തയാണ് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തു തന്നെയായാലും ഇങ്ങനെ ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിച്ച് ഇത്ര നല്ലൊരു സന്ദർഭം ഉണ്ടാക്കിയതിന് ഈ പാലക്കാട് ഫൈൻ ആർട്സിൻ്റെ ഭാരവാഹികളെയെല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു. ഇതേമാതിരിയുള്ള വ്യക്തികളെ ഇനിയും ഇതേമാതിരി അംഗീകരിക്കാനുള്ള മനസ്സും അറിവും നമ്മുടെ ഫൈൻ ആർട്സ് സൊസൈറ്റിക്ക് ഉണ്ടാവട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനി നമുക്ക് നമ്മുടെ മുഖ്യാതിഥി ഡോക്ടർ വിജയൻ്റെ ഉദ്ഘാടന പ്രസംഗം കേൾക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇന്നിവിടെ ഈ ആദരണ യോഗത്തിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ ഉണ്ണികൃഷ്ണൻ, നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സംഗീതജ്ഞൻ, ഇന്ന് ആദരവ് ഏറ്റുവാങ്ങുന്ന ഏറ്റവും ബഹുമാന്യനായ നെടുമങ്ങാട് ശിവാനന്ദൻ സാർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയ സംഗീത പ്രേമികളെ, ഞാനിവിടെ വന്നപ്പോൾ സുബ്രഹ്മണ്യൻ സാറിനോട് ഞാൻ ചോദിക്കുകയായിരുന്നു, എന്നെ ഇതിന് ക്ഷണിക്കാൻ എന്താ കാരണം എന്ന്. യഥാർത്ഥത്തിൽ സംഗീതം അത്യാവശ്യം കേൾക്കാറുണ്ടെന്നല്ലാതെ ഒരു കൃതി കേട്ട് കഴിഞ്ഞാൽ, ഒരു വർണ്ണം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ രാഗം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും ഇല്ലാത്ത ആളാണ് ഞാൻ. അത് ആദ്യമേ തന്നെ പറയട്ടെ. പക്ഷേ എന്നാൽ എനിക്ക് സംഗീതം ഇഷ്ടമാണ്, സംഗീതവും ഇഷ്ടമാണ്. അതിലേറെ ഇഷ്ടമാണ് സംഗീതജ്ഞരെ, ഗായകരെയും എല്ലാവരെയും. ഗുരുവായൂരിലെത്തിയതിന് ശേഷം ഗുരുവായൂർ ചെയർമാൻ എന്നുള്ളത് ഒരു പദവിയായിട്ടല്ല ഞാൻ കണ്ടത്, അതൊരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഗുരുവായൂരപ്പന് ഒരു തരത്തിലും ഒരു അപഖ്യാതി ഉണ്ടാവാത്ത രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് നടത്തണം എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധി ഞാൻ കാണിക്കാറുണ്ട്. ശ്രീ സുരേഷിനെ പോലുള്ളവർക്കറിയാം, ചമ്പൈ സംഗീതോത്സവം നടത്തുമ്പോൾ
ഏത് രീതിയിലാണ് അവിടുത്തെ ഭരണസമിതി അവരോട് അവരുടെ ഇതിൽ ഇടപെടുന്നത് എന്നൊക്കെ ഉള്ളത്. യഥാർത്ഥത്തിൽ ഒരു ഇടപെടലുമില്ല. പൂർണ്ണ സ്വാതന്ത്ര്യം ആ സമിതിക്ക് നൽകിക്കൊണ്ടാണ് അവരാണ് നിശ്ചയിക്കുന്നത് ഏതൊക്കെ ഗായകരെ കൊണ്ടുവരണം, എങ്ങനെയാണത് ഷെഡ്യൂൾ ചെയ്യേണ്ടത്, അവർക്കൊക്കെ ഏതൊക്കെ സമയം അനുവദിക്കണം, ഇതൊക്കെ തയ്യാറാക്കിയിട്ട് അവർ ഞങ്ങളുടെ മുന്നിൽ അത് കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ളത്, ഇന്നിപ്പോൾ ഇവിടെ വരാനുള്ള ഇതിലുള്ള ഏറ്റവും വലിയ സന്തോഷം, ചെമ്പൈ സംഗീതോത്സവം തുടങ്ങിയിട്ട് 50 വർഷം. ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്തിട്ട് 50 വർഷം. അതിനു മുമ്പ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ തന്നെയാണ് നേരിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, അത് നടത്തിയിരുന്നത്. പിന്നെ അത് ഈ ചെമ്പൈ സംഗീതോത്സവം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഗുരുവായൂർ ദേവസ്വം അത് ഏറ്റെടുത്ത്. ഗുരുവായൂർ ദേവസ്വം അത് ഏറ്റെടുത്ത് നടത്തിയിട്ട് ഈ 50 വർഷക്കാലവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ശിവാനന്ദ സാർ. ഇത്രമാത്രം ഗുരുവായൂരപ്പൻ്റെ കാര്യത്തിൽ ആത്മാർപ്പണത്തോടുകൂടി ഇടപെടുന്ന ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചാൽ ഞാൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇനി സമയം ഒട്ടും വൈകിയില്ല എന്നുള്ളതാണ്. അതെൻ്റെ ഒരു ശീലമായിപ്പോയി. കാരണം പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ദിവസത്തിലൊക്കെ ഈ ചെയർമാൻ പദവിയിലൊക്കെ എത്തുന്ന ആൾക്കാർ സാധാരണ വലിയ രാഷ്ട്രീയക്കാരൊക്കെ ആയിരിക്കും. രാഷ്ട്രീയക്കാർ പലപ്പോഴും അവർക്ക് സമയനിഷ്ഠ പാലിക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ് വാസ്തവം. അവരാണ് നമ്മളുടെ മനസ്സിൽ 5 മണിക്ക് തുടങ്ങുന്ന മീറ്റിംഗ് 5:30 ആവാതെ തുടങ്ങില്ല എന്ന് നമ്മൾ ആ ഒരു ശീലം നമ്മളുടെ മനസ്സിലുണ്ടാക്കിയത് നമ്മളുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഒക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരെ തിരിച്ചാണ്. 5 മണിക്ക് ഉണ്ടെങ്കിൽ ഞാനൊരു 4:30-ക്കെങ്കിലും എത്താൻ നോക്കും. അതൊരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ മുമ്പേ ശീലിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഏത് മീറ്റിങ്ങിനായാലും പരമാവധി കൃത്യനിഷ്ഠ പാലിക്കുക എന്നുള്ളത് എന്നൊരു ദുശ്ശീലം കൂടി, ഇപ്പോൾ അത് ശീലം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളൊരു ദുശ്ശീലം കൂടി. കാരണം സെക്രട്ടറി പറഞ്ഞു, ഇവിടെ ഗുരുവായൂർ ദിവസം ചെയർമാൻ ഇവിടെ വരുമ്പം നമ്മുടെ സംഘാടകരാരെങ്കിലും ഇല്ലെങ്കിൽ മോശമല്ലേ എന്ന് തോന്നുന്ന രീതിയിൽ. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാനവിടെ ചെല്ലുമ്പം ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഇവിടെ തന്നെയല്ലേ മീറ്റിംഗ് എന്നൊക്കെ ഞാനിങ്ങനെ സംശയിച്ചിങ്ങനെ പരിധി നടക്കുമ്പോഴവിടെ ഇങ്ങനെ പരിങ്ങി നടക്കുമ്പോഴാണ് ചിലപ്പം എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരാൾ ആരാ എന്താ വന്നത്, അപ്പം ഞാനിങ്ങനെ വന്നതാണ്, സാറ് വരൂ കേട്ടോ, ഇവിടെ എല്ലാവരും എത്തി വരുന്നേ ഉള്ളൂ എന്ന്. ഇങ്ങനെ സംഘാടകരെത്തുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ എത്തിപ്പെടേണ്ട ദൗർഭാഗ്യവും എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് അതൊരു ദുശ്ശീലമെന്ന് ഞാൻ പറഞ്ഞത്. പാലക്കാടുമായിട്ട് എനിക്കൊരു ചെറിയ ബന്ധമുണ്ട്. അത് അധ്യക്ഷനിവിടെ സൂചിപ്പിച്ചു. എൻ്റെ ഭാര്യ കുറേ കാലം ഈ താരക്കാട് വില്ലേജിലായിരുന്നു താമസിച്ചതും അവരിവിടെ പഠിക്കുന്ന കാലത്തൊക്കെ ഇവിടെ തന്നെയായിരുന്നു. ഭാര്യയും അവരുടെ കുടുംബവും അവരുടെ അച്ഛനിവിടെ ഒരു അഡ്വക്കേറ്റായിട്ട് നമ്മുടെ അധ്യക്ഷൻ്റെ അച്ഛൻ്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ ആ സമയം മുതൽക്ക് തന്നെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ പാലക്കാട് വരാറുണ്ട്. ഈ താരക്കാട് വന്നിട്ട് ഞാൻ താമസിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അന്നൊന്നും പിന്നെ അതൊന്നും ആരും അറിയില്ല, ആരൊക്കെയോ വരുന്നു പോകുന്നു എന്നല്ലാതെ. അപ്പോൾ ഇങ്ങനെ ഒരു ഗൃഹാതുരത്വത്തോടു കൂടി ആണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇനി സാധാരണ ഈ ആദരവ് ചടങ്ങിൽ എന്നെക്കുറിച്ചോ എൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ അല്ല പറയേണ്ടത്. നമ്മൾ ആദരിക്കുന്ന നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ഈ സംഗീത ലോകത്തെ ഗുരുക്കന്മാരുടെ കൂടി ഗുരുനാഥനായിട്ടുള്ള ശ്രീ നെടുമങ്ങാട് ശിവാനന്ദനെക്കുറിച്ചാണ്. കാളിദാസൻ മാളവികാഗ്നിമിത്രത്തിൽ പറയുന്നുണ്ട്, ആരായിരിക്കും ഏറ്റവും നല്ല അധ്യാപകൻ? ശ്ലിഷ്ടാക്രിയ കസ്യജിത് ആത്മസംസ്ഥ സംക്രാന്തിരന്യസ്യ വിശേഷയുക്ത യസ്യോഭയം സാധു സ ശിക്ഷകാണാം ധുരി പ്രതിഷ്ഠാപയിതവ്യയേവ. ചില അധ്യാപകർക്ക് അവർ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ
വലിയ പാണ്ഡിത്യം ഉണ്ടാവും, അഗാധമായിട്ടുള്ള പാണ്ഡിത്യം ഉണ്ടാവും. പക്ഷേ അത് വേണ്ട രീതിയിൽ തൻ്റെ ശിഷ്യന്മാരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ടാവില്ല, ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മറ്റു ചിലർ വിഷയത്തിൽ അത്ര വലിയ പാണ്ഡിത്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഉള്ളത് വളരെ ഭംഗിയായിട്ട് തൻ്റെ ശിഷ്യന്മാരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നവർ. ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കേമനായിട്ടുള്ള അധ്യാപകൻ എന്നുള്ളത്, ഇത് രണ്ടും ആരിലാണോ ഒത്തുചേർന്നിരിക്കുന്നത് അയാളാണ് ഏറ്റവും നല്ല അധ്യാപകൻ. അധ്യാപകരുടെ നിരയിൽ ഏറ്റവും പ്രഥമ ഗണനീയരായിട്ട് സ്വയം വിഷയം ഉൾക്കൊള്ളുകയും നന്നായിട്ട് ആ വിഷയം പഠിക്കുകയും അത് സ്വയം പ്രാവർത്തികമാക്കുകയും തൻ്റെ ശിഷ്യരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന നെടുമങ്ങാട് ശിവാനന്ദൻ സാറിനെ പോലുള്ളവരൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ കാളിദാസൻ ഈ വരികൾ കുറിച്ചിട്ടത് എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. കാരണം ഏറ്റവും നല്ല വയലിനിസ്റ്റ്, അദ്ദേഹം പഠിച്ചത് വയലിനല്ല, അതാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ വിഷയം. പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ഗാനഭൂഷണം, സ്വാതിരുന്നാൾ കോളേജിൽ നിന്ന് ഗാനഭൂഷണം പാസ്സായിട്ടുള്ളതാണ്. അതിന് സബ്ബായിട്ട് പഠിച്ചത് വീണയാണ്. അതിൻ്റെ ശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, വയലിൻ പഠിക്കാൻ പോകുന്നത്. അതും ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ഗുരുവിനെ തന്നെ അദ്ദേഹം കണ്ടെത്തുകയാണ് ഉണ്ടായത്. കുംഭകോണം രാജ അല്ലേ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള കുംഭകോണൻ രാജമാണിക്യത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള വിരുദനഗർ ഗണപതി പിള്ളയുടെ കീഴിലാണ് അദ്ദേഹം തൻ്റെ ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വയലിൻ പഠിച്ചു തുടങ്ങിയത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയില്ല. 1955 അദ്ദേഹം ആദ്യത്തെ കച്ചേരി നടത്തി. നമ്മളിൽ എത്ര പേരന്ന് ജനിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെ ആലോചിക്കാവുന്നതാണ്. അത്രയും കൊല്ലമായിട്ട് 55 മുതൽ എന്ത് ചെയ്യുന്നു, 70 7 ദശകങ്ങളായിട്ട് സംഗീത സപര്യയുമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ വേദികളിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ശിവാനന്ദൻ സാർ. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ പ്രഗത്ഭരായിട്ടുള്ള ഗായകന്മാരുടെ ഒപ്പവും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വയലിൻ വായിച്ചിട്ടുണ്ട്. ആരുടെ കൂടെയാണ് അദ്ദേഹം വയലിൻ വായിക്കാതിരുന്നിട്ടുള്ളത് എന്ന് നോക്കുന്നതായിരിക്കും എളുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും പ്രഗത്ഭരായിട്ടുള്ള, നമുക്ക് വിരലിലുണ്ടാവുന്ന അത്രയും പ്രഗത്ഭരായിട്ടുള്ള എല്ലാ ഗായകന്മാർക്കൊപ്പവും എന്തുണ്ട്, വയലിൻ അക്കമ്പനി ചെയ്തുകൊണ്ട് വായിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ പുറമെ ഇങ്ങനൊരു വ്യക്തിയുടെ സാന്നിധ്യം ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് ഫീൽ ചെയ്യില്ല. അത്ര സൗമ്യനാണ് അദ്ദേഹം. ഗുരുവായൂരിൽ ഞാനിപ്പോൾ 3 വർഷമായി ഗുരുവായൂരിൽ ഈ ചെമ്പൈ സംഗീതോത്സവവുമായി ബന്ധപ്പെട്ട് ഇത് ചെയ്യുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും സീനിയറായിട്ടുള്ള സംഗീതജ്ഞനാണ് ശിവാനന്ദൻ സാർ. മൂപ്പര് അവിടെ ഉള്ളത് ഒരാളും അറിയില്ല. അങ്ങോട്ട് ചെന്ന് നമ്മൾ പരിചയപ്പെട്ടാൽ മാത്രമേ അറിയുള്ളൂ. അല്ലെങ്കിൽ മൂപ്പരുടെ സാന്നിധ്യം ഒരു സ്ഥലത്തും അങ്ങനെ എന്ത് ചെയ്യില്ല, ചാടിക്കയറി അറിയിക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമല്ല അദ്ദേഹത്തിന്. അങ്ങനെയുള്ളൊരു സൗമ്യഭാവം, അതും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യതിരിക്തനാക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറയുന്ന അവതരണത്തിലും അതുപോലെ അധ്യാപനത്തിലും ഒരേപോലെ അദ്ദേഹം എന്ത് ചെയ്തു, മികവ് പ്രകടിപ്പിച്ചു. ഇന്നിപ്പോഴും കേരളത്തിൽ അറിയപ്പെടുന്ന വയലിനിസ്റ്റുകളായിട്ടുള്ളവരെല്ലാവരും തന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ശിവാനന്ദൻ സാറിൻ്റെ ശിഷ്യന്മാരായിരിക്കും. അത്രമാത്രം ഈ മേഖലയുമായിട്ട്, തൻ്റെ ഫീൽഡുമായിട്ട്
തൻ്റെ ഉപകരണവുമായിട്ട് എന്ത് ചെയ്യുന്നു, അതങ്ങോട്ട് താതാത്മ്യം പ്രാപിക്കുകയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. വേണ്ടത്ര ആദരവുകൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഞാൻ പറഞ്ഞ ഈ സൗമ്യഭാവത്തിൻ്റെ ഒരു തിക്തഫലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് പ്രൊമോട്ടർമാർ വേണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പലപ്പോഴും ആദരവുകളും അവാർഡുകളും പുരസ്കാരങ്ങളുമൊക്കെ തേടിയെത്തുള്ളൂ എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും അനുഭവം. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. അദ്ദേഹത്തിന് പ്രൊമോട്ടർമാരില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ, അത് ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഇതൊന്നുമില്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സംഗീതപ്രേമികളുടെയും മനസ്സിൽ അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട്. അതിൽ പരം ഒരു അവാർഡ് വേറെ കിട്ടാനില്ല. അതാണ് അദ്ദേഹത്തിന് കിട്ടാനുള്ള ഏറ്റവും വലിയ ഇത്. എന്നെയൊക്കെ സംസ്കൃതം പഠിപ്പിച്ച അധ്യാപകരിലൊരാൾ KP നാരായണ പിഷാരടി. അദ്ദേഹം ഗുരുവായൂരുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ടുള്ള ആളാണ്, നാരായണീയത്തിന് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹമൊക്കെ ഒരു ദിവസം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാൽ 5 മണിയാകുമ്പോഴത്തേക്ക് ശിഷ്യന്മാർ വന്നു തുടങ്ങും. രാത്രി 11 മണിവരെ നിരന്തരമായിട്ട് പല തരത്തിലുള്ള ശിഷ്യന്മാരും വന്ന് അവരെയൊക്കെ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തൃശ്ശൂർ കാനാട്ടുകരയിലുള്ള നാരായണീയത്തിൻ്റെ വാതിലുകൾ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. എത്ര സമയം പഠിപ്പിക്കുന്നു, ഞാൻ ഇത്രയൊക്കെ സമയം പഠിപ്പിക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ചിന്തയും അദ്ദേഹം ഒരിടത്തും പ്രകടിപ്പിക്കാറില്ല. ആ സമയത്താണ് കേരളത്തിലെ കോളേജ് അധ്യാപകർ, അദ്ദേഹവും കേരളവർമ്മ കോളേജിലെ അധ്യാപകനായിരുന്നു, കേരളത്തിലെ കോളേജ് അധ്യാപകർ ഞങ്ങൾ ആഴ്ചയിൽ 15 മണിക്കൂർ പഠിപ്പിക്കണമോ അല്ലെങ്കിൽ 16 മണിക്കൂർ പഠിപ്പിക്കണമോ എന്നുള്ളതിൻ്റെ പേരിൽ തെരുവോരങ്ങളിൽ മുദ്രാവാക്യം മുഴക്കിയിട്ട് സമരം നടത്തുന്ന ഒരു കാഴ്ച. UGC ശമ്പള നിരക്കില്ല, വേറെ ഒരു ഫീസില്ല, ഒന്നുമില്ലാതെ അഹോരാത്രം അദ്ദേഹം എന്ത് ചെയ്യുന്നു, തൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാവരെയും അദ്ദേഹം സംസ്കൃതം പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത് പുന്നശ്ശേരി നമ്പിയുടെ ഗുരുകുലത്തിൻ്റെ ആ ഒരു പ്രഭാവം തന്നെയാണ് ഷാരടി മാഷിലൂടെയൊക്കെ നമുക്ക്. എൻ്റെ ഒരു ഭാഗ്യം ഒരു 6 വർഷക്കാലം ഷാരടി മാഷിൻ്റെ വീട്ടിലെ കൂടെ താമസിച്ച് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഈ ഗുരുപരമ്പരയുടെയൊക്കെ മഹത്വമാണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് തുടങ്ങാൻ കാരണം നമ്മളെയൊക്കെ നമ്മളാക്കി മാറ്റുന്നത് നമ്മളുടെ ഗുരുനാഥന്മാരാണ്. അങ്ങനെയുള്ള ഗുരുപരമ്പരയിലെ ഇങ്ങേയറ്റത്തെ കണ്ണിയായിട്ടാണ് ശിവാനന്ദൻ സാറ് നിൽക്കുന്നത്. ഒരുപാട് ഗുരുനാഥന്മാരെ ഇതുപോലെ നമുക്ക് കാണാം. പക്ഷേ സംഗീത ലോകത്ത് ഇത്തരത്തിൽ ഇങ്ങനെ നിസ്വാർത്ഥമായിട്ട് തൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ആൾക്കാരെ കൈപിടിച്ചുയർത്താൻ ഞാൻ കണ്ടിട്ടുണ്ട്. ചെമ്പൈ സംഗീതോത്സവത്തിൽ വരുമ്പോൾ ഏത് പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ഗായകന്മാരുടെയും കൂടെ വേണമെങ്കിൽ വയലിൻ വായിക്കാൻ സാറിന് പറ്റും. അതല്ല അത് ഇന്നയാൾ വായിക്കട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, സാറ് മറ്റുള്ളവർക്ക്, പുതിയ തലമുറയിലുള്ളവർക്ക് അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിലരുടെ സാന്നിധ്യം തന്നെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ ആശ്വാസവും ഏറ്റവും വലിയ അഭിമാനവുമായിട്ട് വരും. ഭവഭൂതിയുടെ ഒരു വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ന കിഞ്ചിദപി കുർവാണോ സൗഖ്യൈർ ദുഃഖാന്യപോഹതി തത്തസ്യ കിമപി ദ്രവ്യം യോഹി യസ്യ പ്രിയോജന. അങ്ങനെയുണ്ട് ചിലർ. കേവലമായ സാന്നിധ്യം കൊണ്ട്, അവരുടെ ഒരു സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഇടപെടൽ കൊണ്ടും ആരാണോ നമ്മളുടെ മനസ്സിന് ആശ്വാസവും സമാധാനവും ശാന്തിയുമൊക്കെ പകർന്നു തരുന്നത്, അവരാണ് ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള, അവരെയാണ് നമ്മൾ മഹാന്മാരെന്ന് വിളിക്കേണ്ടത്. അക്കൂട്ടത്തിൽ ആ ഗണത്തിൽപ്പെടുന്ന ആളാണ് ശിവാനന്ദൻ സാറ്. ഇവിടെ
ആൾക്കാർ വളരെ കുറവാണ് എന്നൊക്കെയുള്ള ഒരു ആശങ്ക സെക്രട്ടറി പ്രകടിപ്പിച്ചു. ഇപ്പോൾ ഏകദേശം സദസ്സ് നിറഞ്ഞ് നിൽക്കുന്ന അവസ്ഥ. അധ്യക്ഷൻ പറയുകയും ചെയ്തു. അധ്യക്ഷൻ പറഞ്ഞതിനെ ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ്, ഗണത്തിലല്ല കാര്യം, ഗുണത്തിലാണ്. എത്തിച്ചേരാൻ ഒരുപാട് ആൾക്കാർ, ഈ ഹോളൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഒരുപാട് ആൾക്കാർ വന്ന് നിറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിനകത്ത് ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുവാൻ, ഈ ചടങ്ങിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുവാനും ഇതിനെ തുടർന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന ആ കച്ചേരി ആസ്വദിക്കുവാനും മനസ്സറിഞ്ഞ് ആസ്വദിക്കുവാനും കഴിവുള്ള എത്ര പേര് വരുന്നു എന്നുള്ളതാണ്. നല്ല ഗുരുനാഥന്മാരാണെങ്കിൽ എനിക്കൊരു ശിഷ്യനുണ്ടായാൽ മതി എന്ന് വിശ്വസിക്കുന്നതാണ്. അക്കൂട്ടത്തിൽ ശിവാനന്ദൻ സാറിനും അങ്ങനെ പറയാനുള്ളൊരു ഇതുണ്ട്. അദ്ദേഹം 2 പേരെ മാത്രമേ ഒരേ സമയത്ത് പഠിപ്പിക്കാറുള്ളൂ എന്നാണ്. ഒരു വലിയൊരു ഗ്രൂപ്പായിട്ട് ആൾക്കാരെ വെച്ചിട്ട് എല്ലാവരെയും കൂടി അങ്ങ് പഠിപ്പിക്കാമെന്നുള്ള അതല്ല. ശരിക്കും ശ്രദ്ധിച്ച് പഠിപ്പിക്കണമെങ്കിൽ 2 ആളെ മാത്രമേ ഒരേ സമയത്ത് പഠിപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് തൻ്റെ ഒരു അധ്യാപന വൃത്തിയുടെ ഒരു വ്രതമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആളുകൂടി ആണ് ശിവാനന്ദൻ സാർ എന്നറിയുന്നത് അതിലേറെ ചരിതാർത്ഥ്യജനകമായിട്ടുള്ള ഇതാണ്. ഇവിടെ പാലക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റി, ഇവിടെ ആദരിക്കപ്പെടാത്ത ഒരു സംഗീതജ്ഞനും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ചുമരുകളിലൊക്കെ നമുക്ക് കഴിഞ്ഞ തലമുറയിലൊക്കെ എന്തു ചെയ്യുന്നു, നമ്മുടെ ഈ സംഗീത പാരമ്പര്യത്തെ തൊട്ടുണർത്തിയ, അതിനെ വളർത്തിയ, അതിനെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ച ഒരുപാട് സംഗീതജ്ഞരെ കാണാം. ഇനിയും ഇതുപോലെ ഒരുപാട് സംഗീതജ്ഞരെ ആദരിക്കുവാനും അവരുടെയൊക്കെ കച്ചേരികൾ കൊണ്ടൊക്കെ ഇവിടുത്തെ സംഗീതപ്രേമികളുടെ മനസ്സ് നിറയ്ക്കുവാനും ഈ ഫൈൻ ആർട്സ് സൊസൈറ്റിക്ക് കഴിയട്ടെ. ഇന്ന് ഇവിടെ ഇത്തരത്തിൽ ഒരു ആദരവ് സംഘടിപ്പിച്ചതിലുള്ള അവരുടെ ആ ഒരു മനസ്സിനെ, ആ ചിന്തയെ, അധ്യക്ഷൻ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ആ ഒരു ചിന്തയെ മനസ്സ് നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയ ചെയർമാൻ, താങ്കളുടെ വളരെ സ്നേഹം തുടിക്കുന്ന വാക്കുകളിലുള്ള ഉദ്ഘാടന പ്രസംഗം ഞങ്ങളെയെല്ലാം സന്തോഷിപ്പിച്ചിരിക്കുന്നു. താങ്കൾക്ക് പ്രത്യേകം നന്ദി. ഇനി നമുക്ക് വേണ്ടത്, ഇന്ന് നമ്മൾ ആദരിക്കാൻ പോകുന്ന ആളെപ്പറ്റി കുറച്ച് വിവരങ്ങൾ കൂടുതൽ അറിയണം. അതിനായി ഡോക്ടർ അനിലക്കാട് ജയകൃഷ്ണനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സർവശ്രീ നെടുമങ്ങാട് ശിവാനന്ദൻ സാറ്, അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ അറിയാത്തവർ ആരും ഉണ്ടാവില്ല എന്നെനിക്കറിയാം. എന്നാലും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള പ്രൊഫൈലിലൂടെ വായിക്കുക എന്നുള്ള ഒരു ദൗത്യം, അത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വായിക്കാം. The renowned violinist Sri Nedumangadi Shivanandan was born on 30th June 1935. His father, Sri Neyyatingara Vasudevan Pillai, was a sovereign identity in the realm of music, and no doubt his mother, Srimati Dakshayani Amma, was blessed a lot with the noble birth of this genius violinist. Sri Nedumangadi Shivanandan began to learn music and violin from his father, the veteran in the field, and had his maiden entry in the music world as an accompanist in the concerts. After his school education, he joined Swadhi Tirunal Music Academy, Thiruvananthapuram, and took Ganabhushanam with an envious and excellent position. After the demise of his dear father, he had his higher studies in the violin as a disciple of one of the most famous violinists of the period, Sri Virudunagar Ganapathiya Pillai, who was the disciple of the world-famous violinist Sri Kumbakonam Rajamanikam Pillai. After having proved profound knowledge in music from his guru, he started to perform in All India Radio as a graded artist. As his talent was not superficial, he could make his mark there. His inborn talent and dedicated service as a violinist and guru helped him very much. He entered the government service as a music teacher at an early age of 19 and retired on superannuation in 1990. He had been nominated in Board of Examination for Ganabhushanam and in the audition board of Agashawani, Thrissur station,
and served there for a period of 6 years and 4 years respectively. He has been participating in the prestigious Guruvayur Chempai Sangeetotsavam for the past 45 years and has been put in the sole responsibility of conducting violin in the Sangeetotsavam for the last 25 years. His multifarious and enchanting violin melody is clear-cut in the film Ananda Bhairavi, directed by Jayaraj, in which he himself has performed the violin program. These epitomize the recognition of his musical genius. The long and eventful 62 years of his violin discourse and devotion have made him unrivaled and placed him among the eminent musicians of modern world. The music lovers are relishing the untiring effort of his servant through AIR and TV channels. He enthralls the people with his insurmountable knowledge of violin in his popular and attractive violin trio that he always performs with his daughter and grandson, a 3-generation art form. All his brothers and sisters are active in the field of art and culture and are widely known. He has lots and lots of graded students all over the world. Out of them, Sri Edapalli Ajit and Sri Tiruvizha Vijayas Anand are 8 top graded artists. Sri Tiruvizha Shivanandan, Srimati Sindhu, Srimati Bindu Shenai, and Sri Cherthala Shivakumar are A graded artists of All India Radio. He has also received many awards. To name a few: Kerala Sangeeta Nadaka Academy Award 2000, Nada Chintamani Award, Sangeeta Ratna Award, Nadacharya Award, and so many awards. Thank you so much. ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ ചടങ്ങ്. പുരസ്കാരം സമർപ്പിക്കുന്നതിനായി ചെയർമാൻ വിജയനെയും സൊസൈറ്റി affiliated with Kerala Sangeeta Academy. We, the members of the governing body of Palghat Fine Arts Society, Palghat, have great pleasure in honoring the renowned violinist Sri Nirbangad Shivanandan in connection with his Navati celebrations on 23rd February 2025 with the Palghat Fine Arts Puraskaram for the year 2025 at Palghat Fine Arts Society Auditorium on this day. Signed by Jayapal Menon, President, and Secretary P.N. Subbaraman. പുരസ്കാര ജേതാവിനെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് സ്പീച്ച് അത് കേൾക്കാനായി എല്ലാവരും കാത്തിരിക്കുന്നു. ഈ സദസ്സിൽ ഇരിക്കുന്ന പലരെയും എനിക്കറിയാൻ മേലാത്തത് കൊണ്ട് തന്നെ ക്ഷമിക്കണം. എല്ലാ പേരുടെയും പേരെടുത്ത് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നില്ല. കാരണം 1-2 പേരുടെ പേര് പറയാതിരുന്നാൽ അത് മോശമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിലെന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ക്ഷമിക്കുക. സദസ്സിലിരിക്കുന്ന കലാകാരന്മാരെ, അഭ്യസിക്കുന്ന സ്റ്റുഡൻസെ, എൻ്റെ സുഹൃത്തുക്കളെ, എന്നെപ്പറ്റി പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ നാട് വിട്ട് അടുത്ത നാടും വിട്ട് അന്യനാട് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതമാണ് എൻ്റെ.
ജനിച്ചത് നെടുമങ്ങാട്, അതായത് തിരുവനന്തപുരത്തിനടുക്ക്. ഞാനായത് ചേർത്തല, ആലപ്പുഴ ജില്ലയിൽ. കാരണം എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഗവൺമെൻറ്റിൽ എനിക്ക് നൽകിയത് ചേർത്തല താലൂക്കിലെ ഒരു സ്കൂളിൽ അധ്യാപകനായിട്ടാണ്, മ്യൂസിക് അധ്യാപകനായിട്ടാണ്. അങ്ങനെ 25 വർഷത്തോളം ഞാനായത് മുഴുവനും ചേർത്തല വെച്ച് തന്നെയാണ്. അതെനിക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ സത്യത്തിലും 100% പാലക്കാട്ടുകാരനായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, എൻ്റെ മകൾ ഇവിടെയുണ്ട്. അവളും റിട്ടയർ ചെയ്തു, ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇനി ഞങ്ങളുടെ വാസം പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും വാസം ഞങ്ങളുടെ കൂടെ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് ഞങ്ങളുടെ വാർദ്ധക്യകാല ജീവിതം തുടരുകയാണ്. അത് വളരെ സന്തോഷമുണ്ട്. അവളോട് നന്ദി പറയേണ്ട കാര്യം നമുക്കില്ല. അതെന്നും ഉണ്ട് ഞങ്ങളുടെ മനസ്സിൽ. ഇത്രയും വളരെ കാര്യമായിട്ട് എന്ത് കാര്യത്തിന് ഞങ്ങൾ ശ്രമിച്ചാലും അവൾ കൂടെയുണ്ട്. എന്നെ ഇപ്പോൾ ഞാൻ അടുത്ത കാലം വരെ കാർ ഡ്രൈവ് ചെയ്യുമായിരുന്നു, 90 ആകുന്നത് വരെ ഏകദേശം. പക്ഷെ ഇപ്പോൾ അവൾ കാർ എനിക്ക് താക്കോല് തരില്ല, തൊടാൻ പാടില്ല എന്ന് ഓർഡറാണ്. എവിടെ വേണമെങ്കിലും അവൾ കൊണ്ടുപോയിക്കോളും, കൊണ്ടുവരും. അത് കാരണം ഞങ്ങൾക്ക് അതും തൊടേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് വേറെ ജോലി ഒന്നും തന്നെയില്ല. ഇത്രയും ഞങ്ങളുടെ കുടുംബകാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ ഈ പാലക്കാട്ടെപ്പറ്റി, അവിടുത്തെ സംഗീത സംരംഭത്തെപ്പറ്റി കേട്ടിട്ടുള്ളത്, ഞാൻ തെക്കൻ നാടുകളിലെല്ലാം സഭകളിലും ഞാൻ മാറി വായിക്കാറുണ്ട്. ട്രിവേൻഡ്രം മുതൽ എറണാകുളം, തൃശ്ശൂർ വരെ. തൃശ്ശൂർ നാദലേ പ്രവാഹ അക്കാഡമിയിൽ ഞാൻ അവിടെ സ്ഥിരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയായിരുന്നു സഭകളുമായിട്ടുള്ള എൻ്റെ ഒരു മിങ്കിളി. പക്ഷേ എന്താണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പാലക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റിയിൽ വായിക്കാനൊരു ചാൻസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. ദൈവബുദ്ധിയായിരിക്കാം, നാടൻ ഭാഷയിൽ പറഞ്ഞ തലയെഴുത്തായിരിക്കാം, എന്താണെങ്കിലും എനിക്കതിനുള്ള ചാൻസ് ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ സ്മരണ ഇതുണ്ട്, പാലക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റി. അതിൽ പ്രത്യേകിച്ചും ഞാൻ ഓർക്കുന്ന ഒരു പേര് നമ്മുടെ സുബ്രഹ്മൻ സ്വാമിയുടെ പേരാണ്. ധാരാളം ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയല്ലേ അവിടുത്തെ ആൾ. ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിപാടി ഞാൻ പറയാം, അങ്ങനെ എനിക്കൊരു പരിപാടി വേണമെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല, ഒരു അമ്പലത്തിലും പറഞ്ഞിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. എനിക്കൊരു പ്രോഗ്രാം തരണം എന്ന് എൻ്റെ ഈ ജീവിതകാലം വരെ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞു, വളരെ ശരിയാണ്. ഞാൻ 45 വർഷം ഗുരുവായൂർ ചെമ്പൈ സംഗീത ഉത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് സെപ്പറേറ്റ് മുറിയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ദേവസ്വത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ ആരാണ് ചെയർമാൻ എന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് ഈ കഴിഞ്ഞ വർഷമാണ്. സത്യത്തിൽ ആളുകൾ വരുന്നു പോകുന്നു, പലരും വരുന്നു. അത് ആരാണ് ചെയർമാൻ, ആരാണ് സെക്രട്ടറി, ആരാണ് ഇന്ന ആൾ ഞാൻ നോക്കാറില്ല, പോകാറുമില്ല. എന്നെ വിളിച്ച കാര്യം ഞാൻ നിർവഹിക്കാനായിട്ട് എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ 8 പേര് അവിടെ വർക്ക് ചെയ്യും. 8 പേര് വയലിനിസ്റ്റുകളുണ്ടെങ്കിൽ 9 പേരുണ്ടെങ്കിൽ 8ഉം എൻ്റെ ശിഷ്യരായിരിക്കും. ആ ഒരു ധൈര്യത്തിൽ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ പിന്നെ ഞാൻ വേറൊരാളെ തിരക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. അതെൻ്റെ ജീവിതത്തിൽ മുഴുവനും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ കയറി അങ്ങോട്ട്, അതുപോലെ ഈ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് ഓരോരുത്തർ അവരെ കൂട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട്, വീശുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ മാറി നിൽക്കുകയുള്ളൂ.
എനിക്ക് അതിനോട് അതെൻ്റെ എന്തോ ഒരു മനോഭാവമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എങ്കിലും അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. അത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അതൊരു പരാജയമാണോ വിജയമാണോ എന്നെനിക്ക് അറിയില്ല, ഇപ്പോഴും അറിയില്ല. ഇത് സത്യം ഞാൻ പറയുകയാണ്, ഈ വർഷം ഉദ്ഘാടനത്തിന് വിളക്ക് കത്തിച്ചിട്ട് ഞാൻ എല്ലാവരും കൂടി നിന്ന് വിളക്ക് കത്തിച്ചതിന് ഇടയ്ക്ക് ആരോ എന്നോട് പറഞ്ഞു, ഇതാണ് നമ്മുടെ ചെയർമാനെന്ന്. പിന്നെ ഞാൻ ഒന്നുകൂടെ നേരിട്ട് കണ്ടത്, എനിക്ക് അവിടെ വായിച്ചതിന് വിളക്ക് ദാനം തരുമല്ലോ, നിലവിളക്ക് കിട്ടുന്ന ഒരു ചടങ്ങുണ്ട്. ആ നിലവിളക്ക് ഞാൻ മേടിച്ചു കൊണ്ട് നോക്കിയപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് നോക്കൂ, അദ്ദേഹം എന്നെ കാര്യമായിട്ടൊന്ന് നോക്കി, ഞാനും അദ്ദേഹത്തെ കാര്യമായിട്ട് നോക്കി. അപ്പോഴാണ് ശരിക്കും ഇതാണ് ചെയർമാൻ എന്ന് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുമായിട്ട് അടുത്തെങ്കിലല്ലേ നമുക്ക് കൂടുതൽ ആളെ പറ്റി അറിയാൻ പറ്റൂ. അതിൻ്റെ ഞങ്ങളുണ്ടായില്ല. ഈ തമ്മിൽ കണ്ടു, അദ്ദേഹം എന്നെ കണ്ടു, ഞാൻ അദ്ദേഹത്തിനെ കണ്ടു, അതിൽ ഒതുങ്ങി. പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് എൻ്റെ സ്വഭാവവും എൻ്റെ ഒരു രീതി അതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, അത് പരാജയമായിരിക്കാം, അല്ലെങ്കിൽ വിജയമായിരിക്കാം, എന്തോ ആകട്ടെ. ഇന്നുവരെ എൻ്റെ ജീവിതം വളരെ സുഖമായിട്ട് തന്നെ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ ഒരിടത്ത് എനിക്കൊരു പരിപാടി വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇനിയും പറയില്ല. കാരണം അതിൻ്റെ കാര്യമില്ല. ഞാൻ മാനസികമായിട്ട് ഈ വയലിൻ വായനയിൽ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിന് കാരണം പ്രധാനമായിട്ട് നമ്മുടെ ഒരു വല്ലാത്ത അസുഖം നമുക്ക് 2-3 വർഷത്തേക്ക് നമ്മളെ ബാധിച്ചിരുന്നു, കൊറോണ. ആ ബാധിച്ചപ്പോൾ കലാപരിപാടികൾ എങ്ങുമില്ല, കലാകാരന്മാർക്ക് ഒരു ചാൻസുമില്ല, കാശുമില്ല, ഒന്നുമില്ല. നമുക്കറിയാം, ഏതെങ്കിലും ജോലിയുള്ള കലാകാരനാണെങ്കിൽ ജീവിക്കാം, അതല്ലാത്തൊരു കലാകാരനാണെങ്കിൽ അവൻ എങ്ങനെ ജീവിക്കും? ഒറ്റ പ്രോഗ്രാം ഒരിടത്തുമില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ മാനസികമായിട്ട് വിചാരിച്ചു, ഇനി ഞാൻ എന്തിനാ വയലിൻ വായിക്കുന്നത്? എന്ത് കാര്യത്തിന് വയലിൻ വായിക്കുന്ന? ആർക്ക് കേൾക്കാൻ? ഈ പട്ടിണി കിടക്കുന്നവർക്ക് കേൾക്കാൻ വയലിൻ എന്തിനു വായിക്കണം എന്നെന്തോ എൻ്റെ മനസ്സിലൊരു ചിന്ത കയറി പറ്റിയിട്ട് ഞാൻ ഏതാനും വർഷങ്ങൾ ഞാൻ വയലിൻ തൊട്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പോഴും അതിൽ നിന്ന് പരിപൂർണമായിട്ട് ഞാൻ വിട്ടു എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എൻ്റെ കൂടെ മോളുണ്ട്, അവൾ ചിലപ്പോൾ വയലിനുമായിട്ട് എൻ്റെ കൂടെ റൂമിലേക്കോ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് വായിക്കും. അതിൻ്റേതായ ഒരു ചെറിയ ഒരു പ്രത്യേകതയുണ്ട്. എന്നാലും എനിക്ക് ഓർമ്മ കുറച്ച് ഇപ്പോൾ അടുത്ത കാലത്ത് കാണുന്നുണ്ട് എനിക്ക്. കാരണം ഞാനും മോളും കൂടെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വൈക്കത്തൊരു പരിപാടിക്ക് പക്ഷേ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. കടം എന്തോ അപാകത പറ്റി എന്ന് പരിപാടി കഴിഞ്ഞപ്പോൾ മകൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ ഓർമ്മപ്പെശകളൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കണക്കോ സംബന്ധമായിട്ടൊക്കെ വരുന്നാൽ എനിക്ക് നല്ലപോലെ മറവിയുണ്ട്. അതൊക്കെ ഞാൻ പരിഹരിച്ചുകൊണ്ട്, പക്ഷേ ദൈവം അനുഗ്രഹിച്ച് എൻ്റെ കൈക്ക് ഒരു കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും വായിക്കാം. എൻ്റെ ഗുരുനാഥനൊക്കെ അവർ 60-65 കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ വായന നിർത്തി. കാരണം കൈക്ക് ഷിവറിങ് തുടങ്ങി, വയലിൻ വായിക്കാതെയായി. അദ്ദേഹം പിന്നെ പാട്ട് അസൽ ശബ്ദമായിരുന്നു, അവർ കച്ചേരി പാടിക്കൊണ്ടിരുന്നു അദ്ദേഹം. പക്ഷേ എനിക്ക് ആ ഒരു കുഴപ്പവും ഈ 90ാമത്തെ വയസ്സിലും ഇല്ല. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് ഞാൻ മാത്രം വിചാരിക്കുന്നു. എങ്ങനെ വേണമെന്ന് ഞാൻ വിചാരിച്ച എൻ്റെ കൈ വഴങ്ങി വരുന്നുണ്ട്, അതൊരു സന്തോഷമാണ്. പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഞാനൊരു കുറച്ച് ഒരു മിടുക്കനാണ് എന്നെനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട്. എത്ര സ്റ്റുഡൻസ് എനിക്ക് ഉണ്ട് എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു സഭയിൽ പരിപാടിക്ക് പോകുമ്പോഴത്തേക്ക് ഒരാൾ ഓടി, സാർ എന്നെ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഇല്ലല്ലോടോ, ഞാൻ സാറിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ, 3 വർഷം പഠിച്ചു, 4 വർഷം പഠിച്ച് ജോലി കിട്ടി ഞാൻ പോയതാ. ഇങ്ങനെ പറയുന്ന ധാരാളം കലാകാരന്മാർ ശിഷ്യന്മാരുണ്ട്.
നേരിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും വളർന്നു വരുന്ന കലാകാരന്മാരുണ്ട്, വളർന്ന കലാകാരന്മാരുണ്ട്. എല്ലാ വിധത്തിലുള്ള കലാകാരന്മാരും ശിഷ്യരായിട്ട് എനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എൻ്റെ വിജയം മുഴുവൻ എൻ്റെ ശിഷ്യരാണ്. അത് ധൈര്യമായിട്ട് തന്നെ പറയാം. ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നതിൻ്റെ കാരണം 100% എന്ന് പറയുന്നില്ല, കുറച്ച് എൻ്റെ വൈഫിനും കൊടുക്കണം. എൻ്റെ ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം മുഴുവൻ വൈഫിൻ്റെ കയ്യിലാണ്. ആ ഒരു പ്രശ്നം അങ്ങനെ എന്നോട് ചെയ്തില്ലെങ്കിൽ എനിക്കിന്ന് തീർച്ചയായിട്ടും ഇവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു ഈ പ്രായത്തിലും. അതിന് അവർക്ക് ഒരു മാർക്ക് കൊടുക്കുക, ബാക്കി ഭാഗം മുഴുവൻ ശിഷ്യരുടെ സമ്പത്താണ്. എൻ്റെ 60ാമത്തെ പിറന്നാൾ വളരെ ഗംഭീരമായിട്ട് ചേർത്തല വച്ച് നടന്നിരുന്നു. അനവധി കലാകാരന്മാർ പുറത്തുനിന്നും അകത്തുനിന്നും വന്ന് നടത്തിയിരുന്നു. എല്ലാവർക്കും സദ്യ ഉൾപ്പെടെ. 80ാമത്തെ പിറന്നാൾ കുറേ കൂടെ വിപുലമായിട്ട് അത് നടന്നിരുന്നു. മൈസൂർ പ്രദേശത്തിൻ്റെ വയലിൻ കച്ചേരിയൊക്കെ ആയിട്ട് വളരെ ഗംഭീരമായിട്ട് നടന്നിരുന്നു. ഇതാ 90ാമത്തെ പിറന്നാൾ അടുത്ത മാസം ചേർത്തല നടക്കാൻ പോകുന്നു. പക്ഷേ ഒരു പൈസ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടില്ല. ഈ ഒരു കാര്യത്തിനും ഇപ്പോൾ വരാൻ പോകുന്ന കാര്യത്തിനും ഒറ്റ പൈസ എൻ്റെ നിന്ന് ശിഷ്യന്മാർ മേടിച്ചിട്ടില്ല. കഴിഞ്ഞ 80ാമത്തെ പിറന്നാളിന് അത് എടപ്പള്ളി അജിത്തിനറിയാം, 1,00,000 രൂപയോളം മിച്ചം വന്നു. എല്ലാ ചിലവും കഴിഞ്ഞിട്ട് ഈ രൂപ കൊണ്ട് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. സാർ, ഇതെന്ത് ചെയ്യണം? ഇത് സാറിന് ഞങ്ങൾ തരട്ടെ, അല്ലെങ്കിൽ സാർ എന്ത് ചെയ്യണമെന്ന് പറയണം. ഞാൻ പറയും, എനിക്ക് കാശ് തരേണ്ട ആവശ്യം ഇല്ല, കാരണം എൻ്റെ നിന്ന് പൈസ നിങ്ങൾ മേടിച്ചിട്ടില്ല ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. പിന്നെ എന്തിന് ഞാൻ ഈ പൈസ ഞാൻ മേടിക്കണം? അതുകൊണ്ട് എനിക്ക് വേണ്ട. പിന്നെ എന്ത് ചെയ്യണം സാർ? അതെ, അവശരായ ഒരു 3-4 കലാകാരന്മാർ എൻ്റെ അറിവിലുണ്ട്. തീരെ അവശരാണ്. അവരൊരു കാലത്ത് നന്നായിട്ട് വായിച്ചുകൊണ്ടിരുന്നവരാണ്. ഇപ്പോൾ കളർകോട് മഹാദേവസ്വാമിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ആ കാലത്ത് അവശനാണ്. എന്തോ ഷുഗർ വന്നിട്ട് എന്തോ വിരൽ മുറുക്കി, അങ്ങനെ എന്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഒരു ശിഷ്യൻ ഒരു ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 കലാകാരന്മാരെ സെലക്ട് ചെയ്തു. ഞാൻ തന്നെ സെലക്ട് ചെയ്തു. ഒരു കാറിൽ ഒരു ദിവസം ഞങ്ങൾ ശിഷ്യന്മാർ ഞാനും കൂടെ ഈ 4 പേരുടെ വീട്ടിലും പോയി 25,000 രൂപ വീതം കൊടുത്തു. അങ്ങനെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ പിറന്നാൾ ഉത്സവത്തിൻ്റെ അന്ത്യം. ഇപ്രാവശ്യം എങ്ങനെയാണ് വരിക എന്ന് എനിക്കറിയില്ല. പക്ഷേ ശിഷ്യർ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പോകുന്നു എന്നെനിക്ക് തോന്നുന്നു. അത് ചിലപ്പോൾ അജിത്തിനെ അറിയാം, അജിത്ത് പറഞ്ഞേക്കും. എൻ്റെ മുതിർന്ന ശിഷ്യന്മാർ, ഏറ്റവും മുതിർന്ന ശിഷ്യൻ എന്ന് അജിത്തിനെ ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. അത് തിരുവ ശിവാനന്ദൻ, അങ്ങനെ ചിലരൊക്കെ ഉണ്ട്, ഏറ്റവും മുതിർന്നവർ. അതിൻ്റെ അടുത്ത തലമുറയിൽപ്പെട്ടയാളാണ് അജിത്ത്. പക്ഷെ അജിത്തിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വായിക്കാൻ സന്നദ്ധനായ ഒരു ശിഷ്യനാണ്. കുറച്ച് വർഷങ്ങളെ ഞാൻ അദ്ദേഹത്തിനോട് പിന്നെ അജിത്തിനെ പഠിപ്പിച്ചിരുന്നുള്ളൂ എന്നൊരു ഓർമ്മ. പക്ഷേ പുള്ളി അതിനുശേഷം വളരെ പെട്ടെന്ന് പട്ടം പൊങ്ങുന്നത് പോലെ പുള്ളി വളർന്നു. അത് പുള്ളിയുടെ കഴിവാണ് എന്ന് മാത്രം ഞാൻ പറയുന്നു. എൻ്റെ ഗുണമല്ല, അത് മാത്രമല്ല, എൻ്റെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ പ്രയത്നം മാത്രമല്ല, അജിത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലം കൂടെയാണ്. പിന്നെ ഉള്ളിൽ ജ്ഞാനവും കൂടെ വേണം. നേരത്തെ പറഞ്ഞില്ലേ, ചെയർമാൻ സാർ പറഞ്ഞതുപോലെ ഇതിന് സംഗീതം പഠിക്കാൻ വന്നാൽ പോരാ, അച്ഛന്മാർ കൊണ്ട് വിടും മക്കളെ. പഠിച്ചോടാ എന്നും പറഞ്ഞ് പിന്നെ അവർ തിരിഞ്ഞു നോക്കുകയില്ല. അവർ വന്നു, ഇതൊരു സാമ്പിൾ, പിന്നെ ഞാനൊരു വയലിനിസ്റ്റ് അല്ലെങ്കിൽ വയലിനിസ്റ്റ് പഠിക്കുന്നു എന്ന് പറയുന്നൊരു അഭിമാനമായിട്ട് കരുതുന്ന രക്ഷകർത്താക്കളും സ്റ്റുഡൻസും ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ അടുത്ത് പഠിക്കുന്ന ഒരു കുട്ടി ഈ ജന്മം വിചാരിച്ചാൽ ഒരു കീർത്തനം ശുദ്ധമായിട്ട് വായിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അത് നിർത്തിയാൽ ആ അച്ഛൻ ആത്മഹത്യ ചെയ്യും.
അത് ഭയന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. ഒരു കര വരെ ജ്ഞാനം കുറച്ച് കുറഞ്ഞാലും പ്രയത്നത്തിൻ്റെ ഫലം കൊണ്ട് കുറേ ഒരു ലിമിറ്റ് വരെ വരാം. അതിൽ അങ്ങോട്ട് പോകുമോ എന്നെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഒരു ലിമിറ്റ് വരെ വിജയിക്കാൻ സാധിക്കും. അങ്ങനെ ഇപ്പോൾ എൻ്റെ അടുത്ത് അധികം ഇപ്പോൾ റേഡിയോയിൽ വായിക്കുന്നവർ തന്നെ ഇപ്പോൾ നേരെ പറഞ്ഞു ധാരാളം പേരുണ്ട്. അതില്ലാണ്ട് കച്ചേരിക്ക് വായിക്കുന്ന അനവധി പേര്. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് കൂടെ ഉണ്ടല്ലോ, കച്ചേരിക്ക് വായിക്കലല്ലോ. ഇപ്പോൾ ഒരു 10 കീർത്തനം എൻ്റെ അടുത്ത് പഠിക്കുന്ന ഒരു കുട്ടി, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു ദിവസം സുപ്രഭാതൻ എൻ്റെ അടുത്ത്, സാർ ഞാൻ നാളെ ഇന്ന് രാവിലെ ഞാൻ 2-3 പേരെ പഠിപ്പിച്ചിട്ടാണ് വരുന്നത്. അവരിവിടെ വരുന്നുണ്ട്. അവരെന്തിനാ വെച്ചാൽ അവർ ഒരു 10-15 കീർത്തനം പഠിച്ചിട്ടുണ്ട്. അവർ അടുത്ത 3-4 ദിവസം കച്ചേരി ആയിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അത് മതി. കാരണം ഒരു 4-5 കീർത്തനം പഠിച്ചു, 5-6 കീർത്തനം, 25 സിനിമാ പാട്ടും മതി. അതാണ് ഇന്നത്തെ പുതിയ ട്രെൻഡ്. കുറ്റം പറയാൻ പറ്റില്ല. ധാരാളം ഞാൻ പറയും, എന്നോട് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ പൊയ്ക്കോട്ടെ സാറേ, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ, നിങ്ങൾക്ക് കാശല്ലേ കിട്ടുന്നത്, നിങ്ങൾ വായിക്കുന്നത് പാട്ട് തന്നെയാണ്. ഈ ഒരുപക്ഷെ ക്ലാസിക്കൽ സംഗീതമല്ല, കർണാടക സംഗീതമായിരിക്കില്ല, എങ്കിലും സംഗീതം തന്നെയാണ്. അതിൽ അധിഷ്ഠിതമായിരിക്കുന്ന സംഗീതം തീർച്ചയായിട്ടും അതും സ്വരപ്പെടുത്താൻ പോകുന്ന സംഗീതം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതിനാണോ പോകുന്നത് നിങ്ങൾ അതിൽ മികച്ച് നിൽക്കുക. ഇന്ന് അങ്ങനെ ധാരാളം ശിഷ്യരും വായിക്കുന്നുണ്ട്. എല്ലാവരും വളരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സമയം കൂടുതലായി. അപ്പോൾ ഞാൻ എന്നെ ഇവിടെ ക്ഷണിച്ചതിന് കാരണം എനിക്കൊരു അത്ഭുതം പോലെയാണ് തോന്നിയത്. ഇവിടെ എന്നെ ആദരിക്കില്ലെന്ന് പിന്നെ ജയകൃഷ്ണൻ വന്ന് എൻ്റെ മോളോട് പറഞ്ഞു, ഒന്ന് വായിക്കാമോ എന്ന് ചോദിച്ചു. മോൾ എന്നോട് ചോദിച്ചു, അച്ഛാ നമുക്കൊന്ന് വായിക്കാമോ? ഞാൻ പറയും, എനിക്ക് ഞാനൊക്കെ നിർത്തിയിരിക്കുകയല്ലേ. അതല്ല, നമുക്ക് കുറച്ച് വായിക്കാം, അതിവിടെ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഞാൻ കൂടെ ഇരിക്കാം എന്നുള്ളതിൽ കവിഞ്ഞ് ഇത്രമാത്രം ഒരു ആഡംബരമായ ആ നോട്ടീസ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് ഞാനാണോ എനിക്കിത്രയും വലിയൊരു ആദരവ് തരുന്ന ഫൈൻ ആർട്സിൽ എങ്ങനെ തോന്നി എന്ന് സത്യത്തിൽ എനിക്ക് തോന്നി. എന്താണെങ്കിലും എനിക്കൊരു വലിയ അവാർഡ്, ഇപ്പം എൻ്റെ വിശ്വാസം ശരിയാണ്, 86 അവാർഡിന് മേലായി കഴിഞ്ഞു. ഇതൊരു വലിയ അവാർഡായിട്ട് ഞാൻ കരുതുന്നു. കാരണം സംഗീതക്കാർ സെലക്ട് ചെയ്ത ഒരു കമ്മിറ്റിയാണ് ഈ അവാർഡ് എനിക്ക് തരുന്നത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്കും എൻ്റെ മകൾക്കും എല്ലാവർക്കും അതിൽ വളരെ 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 അഭിമാനമുണ്ട്. ഇതേപോലെ നേരത്തെ ചെയർമാൻ പറഞ്ഞ പോലെ ഈ ട്രെൻഡ് മുന്നോട്ട് പോകട്ടെ. ഇനിയും നല്ല നല്ല കലാകാരന്മാരെ വർഷം തോറും ഓരോരുത്തരെ ആദരിക്കുക. പല സഭകളിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിന് കലാകാരന്മാർ ഇതിൻ്റെ ഭാരവാഹികൾക്ക് മനസ്സുണ്ടാകട്ടെ, സാമ്പത്തികം ഉണ്ടാകട്ടെ, എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയെ ആദരിക്കണം. അതിന് പ്രസിഡൻറ്റ് SM ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിക്ക് നമ്മുടെ പാലക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പൊന്നാട അണിയിക്കുന്നതാണ്. അടുത്തതായി ആശംസകൾ കേൾക്കാനായി നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ്. ആദ്യമായി കലൈമാമണി വൈക്കം R. ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിനെ പറ്റിയോട് സംസാരിച്ചു. അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതാണ്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എനിക്ക് സഭയിൽ വന്ന് സംസാരിക്കാൻ അധികം പഴക്കമില്ല. എനിക്കൊരു വലിയൊരു വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം, അതായത് നെടുമങ്ങ സാറിൻ്റെ കൂടെ ഈ അവാർഡിന് എനിക്ക് ഇവിടെ വരാൻ പറ്റിയത് തന്നെ എനിക്ക് അനുഗ്രഹം, സാറിൻ്റെ വലിയവരുടെയൊക്കെ അനുഗ്രഹം. നെടുമങ്ങാട് ശിവാനന്ദ സാറ്
ഞാൻ 1965 എനിക്ക് 10 വയസ്സ്. വൈക്കത്തഷ്ടമിക്ക് ഡെയിലി 12 ദിവസവും കച്ചേരിയുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ മൃദംഗ വിദ്വാൻ കഞ്ചിസ്വാമി എന്ന് പറയും, വൈക്കം രാമസ്വാമയ്യരും വാസുദേവൻ നായരുമാണ്. വൈക്കം വാസുദേവൻ നായർ അവരാണ് അഷ്ടമി കച്ചേരിയൊക്കെ ഏർപ്പാട് ചെയ്യുക. മിക്ക കച്ചേരിക്കും നമ്മുടെ സാറാണ് വയലിൻ, നെടുമങ്ങാട് ശിവാനന്ദ. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈം 10 വയസ്സ്. അപ്പോൾ മാസ്റ്റർ കൃഷ്ണൻ ഘടം, ഞാൻ ആലപ്പുഴ ഗോപി ഘടം, 2 ഘടം. സാറാണ് എല്ലാ കച്ചേരിക്കും അവിടെ വയലിൻ. ഇപ്പോൾ ഗുരുവായൂർ എങ്ങനെ ചെയ്യുന്നു അതേമാതിരി സാറ് വയ്ക്കുന്നത് ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ണുകൊണ്ട് കണ്ടു. അപ്പോൾ എൻ്റെ അച്ഛൻ പറയും, അപ്പോൾ നിറയെ പ്രോഗ്രാം നെടുമങ്ങാട് ശിവാനന്ദനെ പറ്റി കവലയേ ഇല്ലേ, അവർ കറക്റ്റാக പ്രോഗ്രാമத்துக்கு மீதி 10 நிமிஷம் வந்துடுவார், വായിച്ചിട്ട് പോയിടുവാർ. അപ്പോൾ രാത്രിയെല്ലാം ഏത്തപ്പഴം പാലും വെള്ളം കച്ചേരി കഴിഞ്ഞ് അത് മട്ടും ഏർപ്പാട് പണ്ടെന്ന് പറയും. അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അത് എനിക്ക് എൻ്റെ സാറിൻ്റെ ഈ ഫംഗ്ഷൻ എനിക്ക് വരുന്നതിൽ വളരെ സന്തോഷം. പിന്നെ വേറൊരു കാര്യം, ഞാൻ ജോലിയൊക്കെ കിട്ടി ബോംബെയിൽ പോയി. ബോംബെ ഷമുവാനന്ദയിൽ ജോയിൻ ചെയ്തു. അവിടെ ഘടം മൃദംഗമൊക്കെ പ്രാക്ടീസ് ചെയ്ത സമയത്താണ് നമ്മുടെ അവിടെ ഒരു പാലക്കാട് വേണു എന്ന് പറയും, അദ്ദേഹമാണ് ആദ്യത്തെ അവിടുത്തെ സെക്രട്ടറി, ഇവിടെ അസിസ്റ്റൻ്റായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, വേണുഗോപാൽ. അദ്ദേഹമാണ് ആദ്യം നമ്മുടെ രാമാനുജ അവരുടെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്ത ആൾ. അദ്ദേഹമാണ് ഇപ്പോഴത്തെ രഘു എന്നൊരാളെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതും എനിക്കിവിടെ വന്ന് ഈ സാറിൻ്റെ ഫംഗ്ഷനിൽ ഇവിടെ വരാൻ സാധിച്ചതിൽ സന്തോഷം. സാറ് നിറയെ കച്ചേരിയും വായിച്ചുകൊണ്ടിരിക്കണം, ഞങ്ങളും വന്ന് കൂടെ വായിച്ചുകൊണ്ടിരിക്കും. സാറിന് ഭഗവാൻ അനുഗ്രഹം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസകൾ നേരിടുന്നു. താങ്ക് യു. നമ്മുടെ ആദരം ഏറ്റുവാങ്ങിയ മഹത് വ്യക്തിക്ക് 5 നിമിഷം കൂടി നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ക്ഷമിക്കണം, രണ്ടാമതും കയറിയിരുന്ന് പ്രസംഗിക്കുക എന്ന് പറയും. ഒന്നാടെ നിങ്ങൾ മുഷിഞ്ഞിരിക്കുകയാണ് എൻ്റെ പ്രസംഗം കേട്ടിട്ട്. എങ്കിലും ഞാൻ നിങ്ങളെ ഒന്നുകൂടി മുഷിപ്പിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഘടം വായിക്കുന്ന ഗോപാലകൃഷ്ണനെ പറ്റി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെപ്പറ്റി ഒരൊറ്റ വാക്കിൽ എനിക്ക് പറയാനുണ്ട്. കാരണം ഞാനിന്ന് ഇവിടെ വയലിൻ വായിക്കാൻ ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ കാരണക്കാരൻ എന്താ പറയുക എന്ന് പറഞ്ഞാൽ, എൻ്റെ ഗുരുനാഥൻ കഴിഞ്ഞാൽ ഒരു 80-90% അതിന് അവകാശം ഈ ഗോപാലകൃഷ്ണൻ്റെ അച്ഛനാണ്. കാരണം ഞങ്ങൾ കുറച്ച് പ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാനും കഞ്ചിസ്വാമി എന്ന് പറയുന്ന സ്വാമി, അദ്ദേഹം വൈക്കത്തമ്പലം അതുപോലെ കുറേ ക്ഷേത്രങ്ങളിലെ സ്ഥിരം പരിപാടി. അദ്ദേഹം ശ്രീകാര്യക്കാരായിരുന്നു, രാമസ്വാമി സ്വാമി ശ്രീകാര്യക്കാരായിരുന്നു അമ്പലത്തിൽ. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹം അമ്പലങ്ങളിലെല്ലാം പരിപാടി, വൈക്കത്തമ്പലത്തിൻ്റെ സ്ഥിരം ഈ തുടങ്ങിയാൽ അവിടെ തന്നെയാണ് താമസവും, വീട്ടിൽ പോയാലും പോകാറില്ല. ഈ വൈക്കത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു 10 കച്ചേരി ഉണ്ടാവും. രാവിലെ തുടങ്ങിയാൽ 1 മണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, 2.5 മണിക്കൂർ, അവസാനം മെയിൻ കച്ചേരി. അതോടുകൂടി അന്ന് തീരും. ഇതിനെല്ലാം വയലിന് വേണം. അപ്പോൾ അതിന് പെട്ടെന്ന് അവൈലബിളായിട്ടുള്ള ഞാനൊരുത്തന്നെ അവിടെ നേരെ ഒരു കായൽ കടന്നാൽ മതി, ചേർത്തലയും വൈക്കവുമായിട്ട് ഒരു ബോട്ടുണ്ട്. അതിലപ്പുറം ഇറങ്ങിയാൽ വൈക്കമായി. അവിടെ ഞാൻ എത്രമാത്രം പരിപാടിക്ക് അദ്ദേഹം വായിച്ചിട്ടുണ്ടോ, അദ്ദേഹം എന്നെ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കണക്കും പറയാൻ പറ്റില്ല. 1000കണക്കിന് എന്ന് പറയാം. അത്രമാത്രം എന്നെ വളർത്തിയ, ഞാനന്ന് കൊച്ചായിരുന്നു. അവിടെ വായിക്കാറായപ്പോഴത്തേക്കും എൻ്റെ 20-21 വയസ്സിലാണ് ഞാൻ വൈക്കത്ത് വായിക്കാൻ പോകുന്നത്. ഒരു അഷ്ടപതിക്ക് വായിക്കാൻ ആദ്യം പോയത് അവിടെ വന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അന്ന് ഒരു വലിയ കച്ചേരിക്ക് വായിക്കാൻ ഇടയായി. അതാണ് എൻ്റെ വിജയങ്ങളിലൊന്ന്. മാവേലിക്ക രാമനാഥൻ സാറിൻ്റെ ഒരു കച്ചേരിക്ക് വയലിനിസ്റ്റ് വരാത്തത് കൊണ്ട് എന്നെ പിടിച്ചിരുന്നു. ഞാൻ അങ്ങനെ വായിച്ചു. ആ ഒരു വളർച്ച അവിടെ മുതലാണ് ഞാൻ വളരാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ആ രാമസ്വാമി സാറ്. അദ്ദേഹത്തിൻ്റെ മകൻ ഗോപാലകൃഷ്ണൻ എൻ്റെ കൂടെ അന്ന് കൊച്ചു പയ്യനായിട്ട്
കടവും അദ്ദേഹം കടമെടുത്ത് പൊക്കിക്കൊണ്ട് വരാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരാളുണ്ടാവും. പുള്ളി തനിച്ച് ഇങ്ങനെ വരും, മൃദംഗം കടം തുറന്ന് വെച്ച് കൊടുത്താൽ പുള്ളി വായിക്കും. അത് കഴിഞ്ഞ് ഇതാണ് അന്നത്തെ സ്ഥിതി. പിന്നെയാണ് ആൾ വളർന്നതും ഈ മിടുക്കനായതും ഇന്ന് ലോകപ്രശസ്തനായതും ഒക്കെ. അപ്പോൾ അതിന് എനിക്ക് തീർച്ചയായിട്ടും ഗോപാലകൃഷ്ണനോടും ആ കുടുംബത്തോടും എല്ലാവരും, ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും എന്നോട് വലിയ സ്നേഹമാണ്. അതിനുള്ള ആ ഒരു ആദരവ്, നന്ദി ഒന്നുകൂടെ ഞാൻ രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഒന്നുകൂടെ ഞാൻ കയറി നിന്നത്. ക്ഷമിക്കുക. നന്ദി. ഇത് വിട്ടുപോയെങ്കിൽ വലിയൊരു നഷ്ടമായിപ്പോയതിന് അദ്ദേഹത്തിന്. ഇനി അടുത്തതായി എടപ്പള്ളി അജിത് കുമാർ. ആശംസ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീ ശിവാനന്ദൻ സാർ, ശ്രീ വിജയൻ സാർ, വേദിയിലും സദസ്സിലുള്ള എല്ലാ വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. ആദ്യമായിട്ട് ശിവാനന്ദൻ സാർ നേരത്തെ പറഞ്ഞു, ഏറ്റവും സീനിയറായിട്ടുള്ള ശിഷ്യൻ തിരുവള്ളി ശിവാനന്ദൻ സാറാണ് സാറിൻ്റെ. പിന്നെ ഒരുപാട് എൻ്റെ തലമുറയിൽപ്പെട്ട വിജു, രഞ്ജിത്ത്, മാഞ്ഞൂർ രഞ്ജിത്ത്, ശിവകുമാർ, ബിന്ദു കെ ഷേണായി, ഇങ്ങനെ ഒരു വലിയ നിരയുണ്ട് ആ ഒരു ജനറേഷനിൽ. അതിന് താഴേക്കും ഇങ്ങനെയുള്ള ഒരു വലിയ ശിഷ്യ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ആശംസ മാത്രമായിട്ടല്ല ഞാനിത് ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഒരു നിയോഗമായിട്ട് ഞാനിതിനെ കരുതുന്നു. കാരണം എനിക്ക് സുബ്രഹ്മണ്യൻ സാറിനെ എന്നെ വിളിക്കാൻ തോന്നിയത് എൻ്റെ ഒരു വലിയൊരു എന്താ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിനാദ്യം നന്ദി പറയട്ടെ. പിന്നെ ഇത്തരമൊരു ആദരം ഞങ്ങളുടെ ഗുരുനാഥന് നൽകിയതിന് പാലക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റിക്ക് ആദ്യമേ സാറിൻ്റെ ശിഷ്യ സമൂഹത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഞങ്ങൾ നേരത്തെ സാറ് പറഞ്ഞു, സാറിന് ജൂൺ 30 ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. ഞങ്ങളുടെ ജൂൺ 29 ചേർത്തലയിൽ സാറിൻ്റെ നവതി ആഘോഷം ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് അവസാനം ശ്രീ ലാൽഗുഡി GJR കൃഷ്ണൻ, ലാൽഗുഡി വിജയലക്ഷ്മി ഇവരുടെ വയലിൻ ഡ്യുവറ്റ്, KV പ്രസാദേട്ടൻ മൃദംഗം, തൃപ്പൂണിത്തുറ രാധാകൃഷ്ണേട്ടൻ ഘടവും. ഞാൻ ഇവരെല്ലാവരും പേഴ്സണലി വിളിച്ചത് ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം, സാറിൻ്റെ 90ാമത്തെ ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതിൽ ഞങ്ങൾക്ക് വളരെ ഭാഗ്യം എന്നാണ് പറഞ്ഞത്. ഈ എല്ലാവരും, ഇത് ഓരോ ആൾക്കാരും, കൃഷ്ണൻ സാറായാലും വിജയലക്ഷ്മി മാഡമായാലും പ്രസാദേട്ടനും രാധാകൃഷ്ണൻ ചേട്ടനും, ഇതിന് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്കതൊരു വലിയൊരു തീർച്ചയായിട്ടും ഞങ്ങൾ വിളിച്ചതിൽ വളരെ വളരെ സന്തോഷം. ഇത് എത്ര പേരെ പറ്റി കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് ഞങ്ങളുടെ ഗുരുനാഥനെ പറ്റി ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾക്കിത് കാണുന്നത്. കാരണം ഇത് പലരെയും നമ്മൾ നിർബന്ധിച്ചും ഒക്കെ വിളിച്ചുകൊണ്ട് വരേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇതിപ്പോൾ നിറഞ്ഞ മനസ്സോടെയാണ് അവർ ഞങ്ങളുടെ ഭാഗ്യം ആണ് ഇത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വളരെ വളരെ സന്തോഷം. അത്തരം ഒരു ഗുരുനാഥനെ ഞങ്ങൾക്ക് കിട്ടുന്നതിൽ ഞങ്ങൾക്ക് പരമഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ ഇത് മാത്രമല്ല, പഠിക്കുന്ന അനുഭവമൊക്കെ ആണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. സാറിൻ്റെ 10ാം ക്ലാസ് മുതൽ ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 10ാം ക്ലാസ് ആയപ്പോൾ. അപ്പോൾ അതുവരെ സാറിൻ്റെ വീട്ടിൽ വരുമായിരുന്നു. പിന്നെ ഞാൻ സാറിൻ്റെ വീട്ടിൽ ചെന്ന് രാത്രി വൈകുന്നേരം സാറിൻ്റെ വീട്ടിൽ ചെല്ലും, അവിടെ കിടന്നുറങ്ങും. രാവിലെ മിക്കവാറും സാറ് തന്നെ ആയിരിക്കും വിളിച്ച് എഴുന്നേൽപ്പിക്കുക. എഴുന്നേറ്റിട്ട് ഇരുന്ന് രാവിലെയാണ് ക്ലാസ്, അമ്മ ചായ തരും. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അതുകൊണ്ട് സാറിൻ്റെ വീട്ടിൽ തന്നെ താമസിച്ച് കൂടെ പഠിച്ച ഒരാളാണ് ഞാൻ. അത് സാറ് നേരത്തെ പറഞ്ഞു സാറിൻ്റെ പങ്കാണ് മുഴുവൻ.
സാറിൻ്റെ പങ്ക്, സാറില്ലെങ്കിൽ ഞങ്ങളൊന്നുമില്ല, ഞങ്ങളാരുമില്ല. ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് ശിവാനന്ദ ലഹരി എന്നായിട്ട് ഞങ്ങൾ പ്രോഗ്രാം ഇട്ടിരിക്കണേ. ശിവാനന്ദൻ സാറിൻ്റെ ലഹരിയല്ല, ഞങ്ങൾക്ക് ശിവാനന്ദൻ സാറെന്ന ലഹരിയെ പറ്റിയിട്ടുള്ള പ്രോഗ്രാമാണ് ശിവാനന്ദ ലഹരി എന്ന് ഞങ്ങൾ നാമകരണം ചെയ്ത് നടത്തുന്നത്. എന്തായാലും സാറിന് ഞങ്ങളുടെ ഒരു എല്ലാവരുടെയും പേരിൽ, ശിഷ്യന്മാരുടെ എല്ലാവരുടെയും പേരിൽ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഭഗവാൻ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളോടും കൂടെ ഇനിയും ഈ എല്ലാ വയലിൻ സ്റ്റുഡൻസിനെയും എല്ലാ സംഗീത വിദ്യാർത്ഥികളെയും ഇൻസ്പയർ ചെയ്യുന്ന ഒരാളായിട്ട് സാറിനെ ഭഗവാൻ വീണ്ടും ആയുരാരോഗ്യത്തോടെ ഇരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി സാറിന് എല്ലാ ആശംസകളും. നമസ്കാരം. ഇവിടെ ഒരു നല്ല കാര്യം പറഞ്ഞു. ജൂൺ 29 ചേർത്തലയിൽ വെച്ച് വലിയൊരു ആദരവും എല്ലാം ചേർന്ന് ആഘോഷമായി അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷിക്കാൻ പോകുന്നു. നമ്മൾ നല്ല മനസ്സിലുള്ള എല്ലാവരും അദ്ദേഹത്തിന് ആ സന്ദർഭത്തിനും ആ ആഘോഷത്തിലേക്ക് എല്ലാ ഭാവങ്ങളും നേരാൻ ആഗ്രഹിക്കുന്നു. അടുത്തതായി ചെമ്പൈ സുരേഷ്. വേദിയിലെ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീ നെടുമങ്ങാട് ശിവാനന്ദ സാറിൻ്റെ ഈ നവതി ആഘോഷവേളയിൽ ഇങ്ങനെയൊരു ആദരത്തിന് ആശംസ അർപ്പിക്കാൻ എത്തിയത് ഏറ്റവും വളരെ ഒരു ഭാഗ്യമെന്ന് കരുതട്ടെ. നമ്മുടെ സുബ്രഹ്മണ്യൻ സാർ പറഞ്ഞു, സുരേഷ് നീയും ഒരു ആശംസയിൽ പങ്കെടുക്കണം, ചെമ്പൈ ഫാമിലിയോട് ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നീയും ഇങ്ങനെ വരണം എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ സ്വീകരിച്ചത്. കാരണം നെടുമങ്ങാട് ശിവാനന്ദ സാർ ഞങ്ങൾ 10-20 കൊല്ലമായിട്ട് ഗുരുവായൂർ ഞങ്ങളുടെ സംഗീതോത്സവത്തിൽ വെച്ച് ഒരു 15 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാനും അദ്ദേഹത്തിനോട് ഇടപഴകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഗുരുവായൂർ സംഗീതോത്സവം ഈ വയസ്സിലും അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ, നമ്മുടെ നവംബർ ഡിസംബറിൽ കഴിഞ്ഞതിന് ഞങ്ങൾ 4:30 ഞങ്ങളുടെ കമ്മിറ്റി ആൾക്കാരൊക്കെ ചായ കുടിക്കാൻ പോകുമ്പോൾ ശിവാനന്ദ സാർ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ അവിടെ വന്നിട്ടുണ്ടാവും. 6 മണിക്ക് സംഗീതാർച്ചന തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹം 5:30 തന്നെ അവിടെ വന്നിട്ട് വയലിൻ്റെ ശ്രുതിയൊക്കെ ചേർത്ത് കുട്ടികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിനു മുമ്പ് നേരത്തെ 5 മണിയാണ് തുടങ്ങിയത്. 5 മണി സമയത്ത് കൃത്യം 4 മണിക്ക് അദ്ദേഹം അവിടെ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും. അത്രത്തോളം ഒരു എന്താ പറയുക, ഒരു ആത്മാർത്ഥമായ ഒരു വ്യക്തിയാണ് ശ്രീ നെടുമങ്ങാട് ശിവാനന്ദ സാർ. ഇന്നിപ്പോൾ അജയ് കുമാർ പറഞ്ഞു, കാരണം കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രിയ മറ്റൊരു ശിഷ്യനായ നമ്മുടെ തിരുവിഴ ശിവാനന്ദ സാറിനെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിനും 83 വയസ്സോളമായി, ഏറ്റവും വലിയ സീനിയർ ശിഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഒന്ന് സൂചിപ്പിച്ചു, ഇങ്ങനെ ജൂൺ 29-ാം തീയതി എല്ലാ ശിഷ്യന്മാരും കൂടി ചേർന്ന് അദ്ദേഹത്തിന് വലിയൊരു ആദരവ് അവിടെ അർപ്പിക്കുന്നുണ്ട്. ഒരു മുഴുനീള രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ഒരു വലിയ പരിപാടിയായിട്ടാണ് അത് നടത്താൻ പോകുന്നത്. തിരുവിഴ ശിവാനന്ദ സാർ പ്രസിഡൻറ്റും മറ്റ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ എല്ലാം കൂടി ചേർന്ന ആ പരിപാടിയിൽ നമ്മുടെ ലാൽഗുഡി GGRും അദ്ദേഹത്തിൻ്റെ മറ്റേ വിജയും ചേർന്നുള്ള വയലിൻ ഡുവറ്റ് കച്ചേരിയാണ് അവതരിപ്പിക്കുന്നത്. എന്തായാലും ഇതൊരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അദ്ദേഹം ചെമ്പയിൽ ഞങ്ങളുടെ അവിടെ മഠത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, സാർ ഒരു 15 വർഷമായിട്ടുണ്ടോ വിചാരിക്കുന്നു അല്ലേ, ദാസേട്ടന് വായിക്കാൻ വന്നു. ദാസേട്ടനകം വയലിൻ കച്ചേരി വായിക്കാൻ വന്നു. അന്നാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ച വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ ചെമ്പൈ കുടുംബത്തിൻ്റെ എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ നവതി ആഘോഷം അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഇനിയും നീണ്ട യാത്രയിൽ ഇത് നടന്നുകൊണ്ടേയിരിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹവും അദ്ദേഹത്തിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ ദീർഘായുസ്സും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പാൽഘാട്ടെ സംഗീത പ്രേമികളുടെ വളരെ ലോയനായൊരു മഹതി ഇവിടെ ഉണ്ട്. അവർക്ക് ഞങ്ങളെ ഒന്ന് സ്വാതി സംഗീത സഭയെ റെപ്രസെൻ്റ് ചെയ്ത് നെടുമങ്ങാട് ശിവാനന്ദനെ ആദരിക്കാൻ ആഗ്രഹമുണ്ട്. ഏതാനും മാസങ്ങൾക്കും ഒരു വർഷമായിട്ടുണ്ടാവും മുമ്പ്
സാറിന് ഞങ്ങൾ നാദചന്ദ്രിയ പുരസ്കാരം നൽകി ആദരിച്ചു. പക്ഷേ സാറിന് ഇവിടെ എത്താൻ പറ്റിയില്ല. അന്ന് തന്നെ നാദചന്ദ്രിയ പുരസ്കാരം ഞങ്ങൾ സമർപ്പിച്ച് സിന്ധു ടീച്ചറുടെ കയ്യിലാണ് അച്ഛനുള്ള ആദരം ഞങ്ങൾ കൊടുത്തയച്ച്. അന്ന് ആദരിക്കാൻ പറ്റാത്തതിന് ഇപ്പോൾ ഞങ്ങളിവിടെ എത്തിച്ചേർന്നുള്ള 2-3 പേരായിട്ട് സാറിനെ ഒന്ന് ആദരിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സുഹൃത്തുക്കളെ, ബഹുമാന്യരെ, ഈ പരിപാടിയുടെ ഒരു ഘട്ടം അവസാനിക്കുന്ന സ്ഥിതിക്ക് നന്ദി പ്രകടനത്തിനാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ഈ സമയത്ത് എനിക്ക് ഒരു കാര്യം, ശിവാനന്ദനെ പറ്റി ഓർമ്മയുള്ള ഒരു കാര്യം പറയാൻ തോന്നുന്നുണ്ട്. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പാട്ട് എവിടെ കേട്ടാലും അവിടെ ഇങ്ങനെ എത്തും. പക്ഷേ അത് ഇന്നത്തെ മാതിരി റേഡിയോ തുറന്നാലോ ടി വി തുറന്നാലോ അങ്ങനെ ഒന്നും കിട്ടില്ല. റേഡിയോ കേൾക്കണമെങ്കിൽ തന്നെ വളരെ ദൂരത്ത് പോകണം. അപ്പോൾ അവിടെയൊക്കെ കേൾക്കുമ്പോൾ അതിനോടുകൂടെ ആ കാലത്ത് ഏതാണ്ട് എനിക്ക് ഈ വലിപ്പത്തിലുള്ള ഒരു റേഡിയോ ഒരാൾ കൊണ്ടു തന്നു. അതിനുശേഷം ആകാശവാണി സംഗീതോത്സവം സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. അന്നാണ് ഈ പേരാദ്യം ഞാൻ കേട്ടിരിക്കുന്നത്. അന്നെനിക്ക് വേറെ ഒന്നും അറിയില്ല. പക്ഷേ അന്ന് മുതൽക്ക് ഞാനിത് ഈ പേര് എൻ്റെ മനസ്സിലുണ്ടെന്ന് മാത്രം ഞാൻ പറയാണ്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങൾ ഒരുമിച്ചൊരു യാത്രയും ഉണ്ടായി. ആ സമയം ധാരാളം സംസാരിക്കാനും ഒക്കെ ആഴ കിട്ടിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ നീട്ടുന്നില്ല. ഈ പരിപാടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഇത് സ്വീകരിച്ച ശിവാനന്ദൻ സാറിന് വളരെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ഗുരുവായൂർ ചെയർമാൻ വിജയൻ അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ വൈക്കം ഗോപാലകൃഷ്ണൻ, എടപ്പള്ളി അജിത് കുമാർ, ചെമ്പൈ സുരേഷ് എന്നിവർക്കും ഇതിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഔപചാരികമായ രീതിയിൽ നമ്മുടെ പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.